കലഹം ഇൻഷാ അല്ലാഹ് 31 തീയതിയിൽ പറയുമ്പോൾ പ്രധാനമായി ഞാൻ പറയുന്നുണ്ട്, ഗൾഫിൽ പോയ ഭർത്താക്കന്മാര് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് സാധനങ്ങളുമായി കൂട്ടുകാരെ ഭാര്യയുടെ വീട്ടിലേക്ക് അയക്കുക എന്നതാണ്. ഞാനായാലും ഉസ്താദായാലും നമുക്ക് അതേ ഉള്ളൂ മാർഗം. മക്കൾക്ക് കളിപ്പാട്ടവും ഭാര്യക്ക് സാരിയും പൗഡറും പേരന്റെ ഊരിയും പിന്നെ ഇഡോയും കുഡോയും എല്ലാം കൂടെ വാങ്ങിച്ചു ഭാര്യക്കെട്ടി കൂട്ടുകാരനെ പറയും, ഇതാ ഇത് കൊടുക്കണം, ഇതേ ഉള്ളൂ, എന്റെ ഭാര്യക്ക് സന്തോഷമാവട്ടെ. എന്നിട്ട് അവൻ വിളിച്ചു പറയും, എന്റെ കൂട്ടുകാരൻ കണ്ണൂരിൽ നിന്ന് അങ്ങോട്ട് വരുന്നുണ്ട്, നല്ല സ്വീകരണമായിരിക്കണം, നാണക്കേട് ഉണ്ടാക്കരുതെന്ന് പറയുമ്പോ താത്തച്ചി ചുണ്ടില് ലിപ്റ്റിക്കൊക്കെ പുരട്ടി ഒരുങ്ങി. കാരണം എന്താ? എന്റെ ഭർത്താവിന്റെ വില കളയാൻ പാടില്ല, ഞാൻ ഇച്ചിരി ഒരുങ്ങി നിന്നേ പറ്റും. ലീവ് കഴിഞ്ഞ് അവർ ചെന്നിട്ട് പറയണം, കുഴപ്പമില്ലടാ, നീ എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, നിന്റെ വീട്ടിൽ നിൽക്കണ പെണ്ണുണ്ടല്ലോ അവള് നല്ല സൗന്ദര്യവതിയാ, നിനക്ക് അല്ലാഹ് തന്ന നിധി കൂമ്പാരമാണ് എന്നൊരു വാക്ക് ഈ കൂട്ടുകാരനെ കൊണ്ട് പറയിപ്പിക്കാൻ അവൾ ഒരുങ്ങി ചമഞ്ഞിരിക്കും. എന്നിട്ട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു വരുത്തി ഈ ഭർത്താവിന്റെ കൂട്ടുകാരൻ വരുമ്പോൾ ഒരുപക്ഷെ ആ വീട്ടിലെ മക്കൾ പഠിക്കാൻ പോയിട്ടുണ്ടാവും, സുഖമില്ലാത്ത ഉമ്മ റൂമിന്റെ അകത്തായിരിക്കും, ആരും ഉണ്ടാവുകയില്ല. ഞാൻ പറഞ്ഞത് സൗഹൃദത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, നമ്മളൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്റെ ഈ പെൺകുട്ടികൾക്ക് ഇത്രയും കിട്ടാൻ എത്ര ആർത്തി എന്തേ? ഗൾഫിൽ നിന്ന് വന്നാലേ ഉള്ളൂ എല്ലാം. നിന്റെ ഭർത്താവ് വരുമ്പോ കൊണ്ടുതരുന്നത് പോലെ 2 വർഷമല്ലേ ഏറ്റവും കൂടുതൽ, അതിൽ കൂടുതൽ നിൽക്കുന്നവർ കുറവല്ലേ? ആ 2 വർഷം നിന്നിട്ട് അവൻ കൊണ്ടുവരുന്നത് അങ്ങോട്ട് തിന്നാ പോരെ? അതിനിടയ്ക്ക് കൂട്ടുകാര് വരുമ്പോ കണ്ണൂരിന്ന് കാസർഗോഡുന്ന് എന്തുണ്ടാക്കാനാ? എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികള് ഫോണിലൂടെ അത് വേണം ഇത് വേണം എന്ന് പറയും. ഇവിടെ ഇല്ലാത്തത് കൊണ്ടാ മൂവാറ്റുപുഴ ടൗണിൽ ഇറങ്ങിയ ഗൾഫിന്റെ ഏത് സാധന കിട്ടാത്തത്? ഇവിടെ ഇല്ലാത്തത് കൊണ്ടല്ല, പിന്നെന്താ? അതൊരു സ്റ്റൈലാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇത് അള്ളാഹുവിന്റെ പരലോകത്ത് നമുക്ക് പറയാൻ കഴിയില്ല. ഇവൻ വന്നിരുന്നാ പെട്ടെന്ന് പോവോ? ടൈമില്ലാത്തവനാണ്, എന്നാലും പോവില്ല, വന്നിരിക്കും. അങ്ങനെ ഉണ്ട്, വിളിക്കലുണ്ടോ? പിന്നെ ഈ ബന്ധത്തിലൂടെ പിന്നെ വിളിയായി സംസാരമായി. ഞാനന്ന് വീട്ടിൽ വന്നത് അറിയായി കൈക്ക പറഞ്ഞു, ഇക്കായ മറക്കോ, ഇടോയും കൊണ്ട് വന്നതല്ലേ, മറക്കാൻ പറ്റുമോ? പിന്നെ ആ നമ്പർ വെച്ചിട്ട് അങ്ങോട്ട് പിന്തുടരൂലേ? ഒരു നമ്പർ കിട്ടിയാൽ നമ്മൾ ആരെങ്കിലും ഡിലീറ്റ് ചെയ്ത് കളയൂല. അബദ്ധത്തിലൊരു പെണ്ണിന്റെ ശബ്ദമാണ് അതിലുള്ളതെങ്കിൽ, പെണ്ണുങ്ങളാണെങ്കിൽ ആണുങ്ങളുടെ ശബ്ദമാണുള്ളതെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കും. അതൊരു രോഗമാണ്, നമ്മൾ ആരും അത് കളയൂല. ഇന്ന് എത്ര അർത്ഥവത്തായ വാക്കാണ് മൂസാ നബിയോട് ശപിക്കപ്പെട്ട ഇബ്ലീസ് പറഞ്ഞു കൊടുത്തത്. ഞാൻ അവരെ 2 പേരൊറ്റയ്ക്കായാൽ അവർക്കിടയിൽ നിന്നുകൊണ്ട് നരകത്തിലേക്ക് അവരെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞത് ഈ കാലഘട്ടത്തിന് ഞാനും നിങ്ങളും അനുഭവിക്കുന്നില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? എത്ര മക്കൾക്ക് വന്നുപോയ ദുഃഖവും ദുരന്തവും ഉമ്മമാര് പഠിക്കൂല. ചിന്തിക്കണം. ഓരോരുത്തരും സ്കൂളിൽ പഠിക്കുന്ന, ക്യാമ്പസിൽ പഠിക്കുന്ന പെൺകുട്ടികൾ, വീട്ടിലുള്ള യുവ സുഹൃത്തുക്കൾ പോലും പെങ്ങന്മാരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്ക് ആലോചിക്കണം. ശരിക്ക് അവരിൽ ഒരു ശ്രദ്ധ വേണം. അവരൊക്കെ മോശക്കാരെന്നല്ല, തെറ്റാൻ ഒരു സെക്കൻഡ് മതി. പെണ്ണിന്റെ മനസ്സ് വളരെ പെട്ടെന്ന് മാറും. ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടമാണ്. ഈ 1ാമത്തെ വിഭാഗം നരകത്തിന്റെ 4ാമത്തെ കവാടത്തിൽ 2 വിഭാഗമാണ്. ഒന്ന് ശപിക്കപ്പെട്ട ഇബ്ലീസിന്റെ അണികളാ. ആ ഇബ്ലീസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട വഴികളിൽ ഏറ്റവും സുപ്രധാനമായ ഒന്നുകൂടി പറഞ്ഞിട്ട് ഞാൻ മടങ്ങി വരാ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഓർമ്മയുണ്ടോ ആയത്തുൽ കുർസി ഓതാതെ ഉറങ്ങാത്ത പഴയകാലത്ത് ഉമ്മായുടെ ഇന്നത്തെ മക്കളുടെ അവസ്ഥ എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, ആയത്തുൽ കുർസി ഓതിയിട്ട് ശരീരത്തിലേക്ക് ഓതിയിട്ട് സമാധാനത്തോടെ കിടന്നിറങ്ങുന്ന പഴയകാലത്തെ ഉമ്മയെ ഇന്ന് നമുക്ക് കാണാനുണ്ടോ? അള്ളാന്റെ പള്ളിക്കകത്ത് നിസ്കാരം കഴിഞ്ഞാൽ ആയത്തുൽ കുർസി ഓതിയിട്ട് നെഞ്ചിലേക്ക് ഇസ്രി എന്ന് പറഞ്ഞ് ഓതുന്ന എത്രയോ തലമുറയെ കണ്ടവരാ നമ്മള്. ഇന്ന് നമ്മുടെ മക്കൾക്ക് നിസ്കാരം കഴിഞ്ഞൊരു 5 മിനിറ്റ് ഇരിക്കാൻ നേരമില്ല, സമയമില്ല. ദുനിയാവിന്റെ തിരക്കും പിന്നെ ആദർശത്തിന്റെ ബലവുമായി പരക്കം പായുമ്പോ ഇബ്ലീസിൽ നിന്ന് രക്ഷ നേടാൻ അള്ളാന്റെ ഖുർആൻ തരുന്ന ഏറ്റവും മൂർച്ചയുള്ള ഒരേ ഒരു ആയുധം അത് ആയത്തുൽ കുർസിയാ. അത് മറക്കണ്ട, അത് ജീവിതത്തിലൂടെ എന്നും കൊണ്ടുവരാ. സുബ്ഹി നിസ്കാരം കഴിയുമ്പോ, ളുഹർ നിസ്കാരം കഴിയുമ്പോ, അസറും മഗ്രിബും കഴിയുമ്പോ അല്ലാഹുവേ പടച്ചവനേ, എന്റെ മക്കള് ഇബ്ലീസിന്റെ കെണിയിൽ പെടുത്തല്ല അല്ലാ. മനസ്സിലേക്ക് മാലിന്യങ്ങൾ വാരിയെറിയരുത് അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. ഇല്ലെങ്കിൽ അവൻ കൊടുക്കും.
ഒരുപാട് പേരെ അവൻ കുടുക്കിയിട്ടുണ്ട്. ശരിക്കും ആൾക്കാരെ അവൻ നശിപ്പിച്ചിട്ടുണ്ട്. 200 പ്രാവശ്യം ഒരു ദിവസം ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞ് ജീവിച്ച, പിശാചിനെ തൊട്ട് കാവല് ചോദിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ ഇടിഞ്ഞു വീഴാറായ മതിലിന്റെ അടുത്ത് കിടന്നുറങ്ങായിരുന്നു. ഉടനെ ഇബ്ലീസ് ചെന്നിട്ട് അവനോട് പറഞ്ഞു, ഇവിടെ നിന്ന് മാറിക്കിടക്കണം, മതിലിടിഞ്ഞു വീഴാൻ പോകും. ഇയാൾക്ക് മനസ്സിലായില്ല ഇബ്ലീസ് ആണെന്ന്. നോക്കുമ്പോ നല്ല താടിയൊക്കെ രൂപമൊക്കെ വെച്ചിട്ട് ഒരാളാ. എന്തേ നീ എങ്ങനെ പറഞ്ഞത്? മാറിക്കിടന്നു നോക്കാൻ പറഞ്ഞു. ഇയാള് മാറിക്കിടന്നത് മതിലിടിഞ്ഞു വീണു. മതിലിടിഞ്ഞു വീണപ്പോൾ ആള് ചോദിച്ചു, നീ ആരാ? ഞാൻ ഇബ്ലീസാണ്. ഇയാൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇബ്ലീസിന് ഇത്രയും വലിയ കഴിവുണ്ടായല്ലോ. നീ നന്നായോടാ ഇബ്ലീസ് എന്ന് ചോദിച്ചപ്പോ ഇബ്ലീസ് തിരിച്ചു പറഞ്ഞെന്താ, ഞാൻ നന്നായത് കൊണ്ടല്ല, വിശ്വാസിയായ ഒരു മനുഷ്യൻ, ഇബാദത്തുള്ള ഒരു മനുഷ്യൻ മതിലിടിഞ്ഞു വീണ് മരണപ്പെട്ടാൽ അവന് ഷഹീദിന്റെ കൂലി കിട്ടി സ്വർഗത്തിൽ പോവും. അങ്ങനെ നീ ഓത്തിന് സ്വർഗത്തിൽ പോണ്ട, മാറിക്കിടന്നോളാൻ പറഞ്ഞതാ. 200 പ്രാവശ്യം കാവല് ചോദിച്ചോനാ, 1ഉം 2ഉം അല്ല, 200-ലധികം പ്രാവശ്യം ചോദിച്ച ഒരു മഹാനായ മനുഷ്യന്റെ അവസ്ഥ ഇതായിരുന്നു എങ്കിൽ നമ്മളേക്ക് അവസ്ഥ എന്താ? കൂടെ നടക്കല്ലേ ഇബ്ലീസ്, കൂടെ ഒന്നും ഒരു നന്മയും ചെയ്യാൻ അനുവദിക്കാതെ ഫസാദ്, ഈബത്ത്, തമ്മിലടി, ഭിന്നിപ്പ് മുഴുവനും ഈ സമുദായത്തിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തത് ഇബ്ലീസ് അല്ലേ? അതുകൊണ്ട് സഈർ എന്ന് പറയുന്ന നരകത്തിന്റെ 4ാമത്തെ കവാടത്തിലേക്ക് കടന്നു പോകുന്നത് ഇബ്ലീസിന്റെ അണികളാണ്. 1ാമത്തെ വിഭാഗം. 2ാമതാരാ കടക്കുന്നതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമാ ളുൽമാ ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറാ വസയസ്ലൂന സഈറാ വസയസ്ലൂന സഈറാ. നരകത്തിന്റെ 4ാമത്തെ കവാടമാകുന്ന സഈറിലേക്ക് വസയസ്ലൗന സഈറാ കടക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ അടുത്ത വിഭാഗം ആരാന്നറിയോ? യഅകുലൂന അംവാലൽ യതാമാ ളുൽമാ. അനാഥ മക്കളുടെ സ്വത്ത് അക്രമപരമായി കഴിക്കുക. യതീം മക്കളുടെ സ്വത്ത് ശരിക്ക് വെട്ടി വിഴുങ്ങുക. യതീമീങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് കാശ് പിരിച്ചിട്ട് വീട് വെക്കുക, മതില് കെട്ടുക, വണ്ടി എടുക്കുക, മോളെ കെട്ടിക്കുക, സെറ്റപ്പായിട്ട് നടക്കുക. അനാഥ മക്കളുടെ പേര് പറഞ്ഞാൽ ആരും കാശ് കൊടുക്കും. ഇത് ഞാൻ യതീംഖാന നടത്തുന്നവരെയും അതിന്റെ പ്രവർത്തകരെയും കുറ്റപ്പെടുത്തിയതല്ല, പക്ഷേ അവര് സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞത്. അനവകാഫുൽ യതീമി ഹാക്കദാ ഫിൽ ജന്ന. അനാഥ മക്കളെ സംരക്ഷിക്കുന്നവന് ഞാനും ഈ 2 വിരൽ പോലെ ചേർന്ന് സ്വർഗത്തിലാണെന്ന് ലോകത്തിന്റെ നായകൻ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യതീമീങ്ങളെ നോക്കുന്നവരെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചെറിയ കാര്യമല്ല. ഇവിടെ കബീർ ഉസ്താദ് ഈ യൂത്ത് ഫെഡറേഷന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യം റിലീഫ് പ്രവർത്തനങ്ങളാണ്. അനാഥരെ സഹായിക്കുക, കഷ്ടപ്പെടുന്നവർക്ക് ഒരു അത്താണിയാവാൻ കഴിയുക. ശരിക്കും നമ്മൾ ആലോചിക്കണം, പെട്ടെന്നൊരു രോഗം നമ്മെ പിടിച്ചു കുലുക്കിയാൽ 15 ലക്ഷവും 20 ലക്ഷവും രൂപ പെട്ടെന്ന് വേണ്ടി വന്നാൽ നമ്മൾ എവിടെ പോകും? ആപ്പാന്റെ കയ്യിലുള്ള 10,000, എളാപ്പാന്റെ കയ്യിലുള്ള 5,000, ഇതെല്ലാം കഴിഞ്ഞ് കണക്ക് കൂട്ടിയിട്ട് ഇനിയും വേണമല്ലോ റബ്ബേ 9 ലക്ഷം. എവിടെ പോകും? പള്ളിയിൽ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് പോകും. പ്രസിഡന്റ് അടുത്ത് ചെല്ലുമ്പോ സെക്രട്ടറി അടുത്ത് എല്ലാം പറയും, സെക്രട്ടറി അടുത്ത് ചെല്ലുമ്പോ ഖജാഞ്ചിയുടെ അടുത്ത് എല്ലാം പറയും, ഖജാഞ്ചിയുടെ അടുത്ത് ചെല്ലുമ്പോ പിന്നെ കമ്മിറ്റിയിലുള്ള ജോയിന്റ് സെക്രട്ടറി അടുത്ത് എല്ലാം. ഇങ്ങനെ പോയി അവസാനം 3ാമത്തെ മാസം പൊതുയോഗം കൂടി തീരുമാനിക്കും 2,500 രൂപ വൃക്ക തകരാറിലായ സഹോദരന് കൊടുക്കാൻ കമ്മിറ്റി തീരുമാനിച്ചു. ഇത് തീരുമാനിക്കുന്നതിന് എന്തെല്ലാം ഫയല് കൊടുക്കണം? 2,500 രൂപ അങ്ങനെ കിട്ടി. ഇതെല്ലാം വാങ്ങി വെച്ചിട്ട് കണക്ക് കൂട്ടുമ്പോഴും എന്റെ പ്രിയമുള്ളവരെ ഒരു നേരത്തെ മരുന്നിന് തികയില്ലല്ലോ. അതും കൊണ്ട് നടക്കുന്നു. എത്ര അനാഥ മക്കൾ ഇന്നും 100 കണക്കിന് യതീംഖാനയുള്ള നമ്മുടെ നാട്ടിൽ എത്രയോ അർഹതപ്പെട്ട അനാഥ മക്കൾ ഇന്നും അനാഥര് തന്നെയാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം, അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ പറക്കമുറ്റുന്നതിന് മുമ്പ് നീ യതീമീങ്ങളാക്കല്ല റബ്ബേ എന്ന് ദുആ ചെയ്യണം. ആരും ഉണ്ടാവൂല പ്രിയപ്പെട്ടവരെ, ആരും ഉണ്ടാവൂല. നമ്മൾ വിചാരിക്കുന്ന ഞാനും നിങ്ങളും ഉള്ളപ്പോൾ നമ്മുടെ കുടുംബവും ബന്ധുക്കളും കാണിക്കുന്ന സ്നേഹം നമ്മളില്ലാത്തപ്പോ നമ്മളെ മക്കളോട് കാണിക്കണം എന്നില്ല. ഇത് കൂടപ്പറപ്പിനെ കുറിച്ച് തന്നെ ഞാൻ പറയുന്നത്. നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന, നമ്മുടെ കൂടെ ജീവിക്കുന്ന, നമ്മുടെ കൂടെ ഉണ്ണുന്ന ഉറങ്ങുന്ന സ്വന്തം കൂടപ്പറപ്പിനെ കുറിച്ച് തന്നെയാ പറയുന്നത്. കാലഘട്ടം അങ്ങനെയാണ്. ഞാനോ നിങ്ങളോ മരിച്ച് പറക്കമുറ്റാത്ത നമ്മുടെ മക്കള്
തീമീങ്ങളായി വീട്ടിന്റെ അകത്തിരിക്കുമ്പോ വാപ്പ മരിച്ചുപോയി, എളാപ്പ വന്ന് മൂന്നാം പത്തിയടന്ന് വന്നെടുത്ത് കവളത്തിൽ 2 മുത്തം കൊടുക്കും. പിന്നെ അടുത്ത ആഴ്ച ഒരു ചന്തയത്തിരി മീനും ചൂരയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ചേട്ടത്തി കൊടുക്കും. ഇക്ക മരിച്ചുപോയതല്ലേ, ആരുമില്ല, ഇരിക്കട്ടെ, മക്കൾക്ക് എന്തേലും കൂട്. ഇങ്ങനെ 1 മാസം ചിലപ്പോ വരും. പിന്നെ വന്നുകൊണ്ടിരുന്നത് 6 മാസത്തിൽ ഒരിക്കലാകും. പിന്നെ എളാപ്പാക്ക് നേരമില്ലാതാകുമ്പോഴും ഈ അർഹതപ്പെട്ട അനാഥ മക്കൾ അവിടെ കഷ്ടപ്പെടുകയാണ്. ഒരുപാട് തീങ്കാനകളിൽ മക്കൾ പഠിക്കുന്നുണ്ടെങ്കിലും ഇന്നും അർഹതപ്പെട്ടവർ പൊട്ടിക്കരയുകയാണ്. അള്ളാഹു കാക്കട്ടെ. സന്ദർഭോചിതമായി ചരിത്രം ഇഷ്ടപ്പെടുന്ന മൈലോരത്തെ എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, ആ മനസ്സിലേക്ക് വലിയ ഒരു മഹത്താര ചരിത്രത്തിലേക്ക് ഞാൻ കൊണ്ടുവരികയാ. എന്റെ പ്രിയമുള്ളവരെ, ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും അധികം അല്ലാഹു ഇഷ്ടപ്പെടുന്ന പ്രവൃത്തിയായി അനാഥ മക്കളെ സഹായിക്കുക എന്നതിന് കിട്ടുന്ന പ്രതിഫലം ചെറുതല്ല. മസ്ജിദുൽ അബ്റാറിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ മസ്ജിദുൽ അബ്റാർ യൂത്ത് ഫെഡറേഷന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ കബീർ ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ വട്ടം കൂടിയിരുന്ന് തീരുമാനിച്ച് ഫാത്തിഹ ഓതി സലാത്ത് ചൊല്ലി പിരിയുന്ന യോഗത്തിൽ അടുത്ത ചർച്ച ചെയ്യാൻ പോകുന്നത് മൂവാറ്റുപുഴയുടെ പരിസരത്തുള്ള അനാഥ മക്കളെ നമുക്ക് സഹായിക്കണ്ടേ? പാവപ്പെട്ട യതീമീങ്ങളുടെ കല്യാണത്തിനൊരു കൈ സഹായിക്കണ്ടേ? ക്യാൻസർ രോഗം പടർന്നു പിടിക്കുന്ന കാലഘട്ടത്തിൽ ആ രോഗം പിടിച്ച് തളർന്നു പോയ ലക്ഷക്കണക്കിന് രൂപ ചികിത്സയ്ക്ക് ആവശ്യമുള്ള പാവപ്പെട്ടവർക്ക് സഹായം കൊടുക്കണ്ടേ എന്ന് കമ്മിറ്റി കൂടി തീരുമാനിക്കുമ്പോ ഈ നാടിന്റെ ബലാ മുസീബത്തുകൾ അത് കൊടുത്തില്ലെങ്കിൽ ആ തീരുമാനത്തോടുകൂടി തന്നെ ബലാ മുസീബത്തുകൾ അല്ലാഹു മാറ്റുകയാ. അത്രയ്ക്ക് പുണ്യമാണത്, അത്രയ്ക്ക് പുണ്യമായി. എന്തിനേറെ ചുരുക്കി പറഞ്ഞാൽ ഹജ്ജും ഉംറയും ചെയ്യുന്നതിനേക്കാളും പുണ്യം ഒരു പക്ഷേ അർഹതപ്പെട്ട കുഞ്ഞിനാണ് കൊടുക്കുന്നതെങ്കിൽ ഇതിനുണ്ടാവും. എടുത്ത് ടിവിയിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന പരിപാടി ഇന്ന് എല്ലാവർക്കും വലിയ വലിയ മഹബത്തുള്ള പരിപാടിയാണ്. അതിനകത്ത് പറഞ്ഞുവത്രേ, മലപ്പുറം ജില്ലയിൽ ഒരു മുടിയടിച്ചിട്ടാടുന്ന ഒരു ഉമ്മാടെ വീട്ടിലെ കിണറ്റിലെ വെള്ളം കുടിച്ച ഹജ്ജിന് പോയ കൂലിയാത്ര. അങ്ങനെ വണ്ടിയും പിടിച്ച് മലപ്പുറത്ത് പോയാൽ മതി, മക്കയെ പോകേണ്ട, കഷ്ടപ്പെടേണ്ട കാര്യം. ഇതൊക്കെ കാണാൻ നിസ്കാരം കഴിഞ്ഞ് ഗുണഗുണാ പള്ളിയിൽ നിന്ന് ഇറങ്ങും ഓടണ ഉപ്പാപ്പമാരുണ്ട്. ഈമാനുള്ള പരിപാടി അവസ്ഥമാരെ കുറിച്ച ചീത്ത വിളിക്കണത് അവരറിയണില്ല. മക്കവറ കാണിച്ചു, ഓ ഞാൻ പോയ ആറ്റിങ്കര മക്കവറ ഇത് കണ്ടോണ്ടിരിക്കുക, എന്താ പറയുന്നത് എന്ന് ചിന്തിക്കൂല. എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്, ചെറിയ കാര്യമൊന്നുമല്ല. ഇവിടെ അതൊന്നും വിശദീകരിക്കാൻ നേരമില്ല. മടങ്ങി വരിക. അനാഥ മക്കളെ ഒരുപക്ഷെ സഹായിക്കുന്നതിന് ഹജ്ജിനെക്കാളും പുണ്യമുണ്ട് എന്ന് പറഞ്ഞത് അർഹതപ്പെട്ട യതീമിന്റെ കണ്ണീര് തോരുമ്പോ കിട്ടുന്ന നന്മയാണ്. യൂത്ത് ഫെഡറേഷന്റെ പ്രവർത്തകര് വളർന്നു വന്നാൽ ഈ പള്ളിയുടെ കാര്യം കഴിഞ്ഞിട്ട് പിന്നെ അവർക്കൊന്നുമില്ലല്ലോ. ഈ നാടിൽ നല്ല ദീനുള്ള മക്കളായിട്ട് അവർ വളർന്നു വരുമ്പോ അവരോരോരുത്തരും സമ്പാദിക്കുന്നതിന്റെ ഒരു വിഹിതം 100 രൂപ ഒരു ദിവസം ഉണ്ടാക്കിയാൽ 10 രൂപ ചെലവ് കഴിഞ്ഞിട്ട് അവര് മാറ്റിവെക്കുകയാണ്. അത് നമ്മൾ മാറ്റിവെക്കാൻ. എന്നിട്ട് നമ്മൾ ജനങ്ങളോട് പറയുന്നു, നമ്മുടെ നാട്ടിൽ അർഹതപ്പെട്ട് എത്രയോ പേരുണ്ട്, എത്രയോ പേര് ഇന്നും അർഹതപ്പെട്ടവരെ കണ്ണീരോടെ ചോദിക്കാൻ മനസ്സിലാത്ത ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. ഇതിനിടയിൽ തന്നെ ഇന്ന് പോലും ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ലാത്ത സഹോദരങ്ങളുണ്ടാകും. ഞാന് സെയ്ദ് മുഹമ്മദ് ഉസ്താദ് ദക്ഷിണാഫ്രിക്ക ഭാഗത്ത് അവിടെയല്ലേ പോയിരിക്കും, അവിടെ ഒരു ദീനിന്റെ ഒരു കാര്യവുമായിട്ട് പോയിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം നമ്മുടെ പള്ളിയുടെ സ്വതക്കയുമായി ബന്ധപ്പെട്ട് ഫോണിലൂടെ സംസാരിച്ചപ്പോൾ ആ പ്രിയപ്പെട്ട ഉസ്താദ് പറഞ്ഞത്, പ്രിയപ്പെട്ട നൗഷാദ് വാക്കവി, നിങ്ങൾ ദുആ ചെയ്യണം. ഇഷ്ടിക കല്ലുകൊണ്ട് മറയ്ക്കപ്പെട്ട ചെറിയ ചെറിയ വീടിന്റെ അകത്ത് ദാരിദ്ര്യത്തിന്റെ കഷ്ടപ്പാട് എവിടെയാ? നമ്മളൊക്കെ എത്ര അഭിമാനത്തോടെ കഴിയുന്നവരാ. നമ്മുടെ വീട്, നമ്മുടെ കാറ്, നമ്മുടെ കൊട്ടാരം, നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ, നമ്മുടെ സൗകര്യങ്ങൾ, നമ്മുടെ സംവിധാനങ്ങൾ എത്ര വിപുലമാണ്. ആ രാജ്യത്തെ ജനങ്ങളുടെ കഷ്ടപ്പാട്. കൃത്യമായി നിസ്കരിക്കുന്നതിന് നല്ല ഒരു പള്ളി അവർക്കില്ല. നമ്മൾ പള്ളി വെച്ചാൽ നമുക്കടിയാണ്, പള്ളി വെച്ചാൽ അടിയും. ഇവിടെ നല്ലൊരു പള്ളിയില്ല. ദീനീ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ നടന്നു പോകാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു സംവിധാനങ്ങളും അവിടെയില്ല. വല്ലാത്ത സങ്കടത്തിലാണ് അവിടെ. അതുകൊണ്ട് ദുആ ചെയ്യണം. ഇവർക്കൊക്കെ നല്ല ഒരു ഒത്തൊരുമയും ഒരു വിജയം ഉണ്ടാവാൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ അവിടെയും 100 കണക്കിന് അനാഥ മക്കൾ സഹായിക്കാൻ ആളില്ലാതെ കഷ്ടപ്പെടുക. നമ്മുടെയൊക്കെ നാടുകളിൽ അനാഥ മക്കളെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ യതീമക്കളെ കിട്ടാനില്ല. എന്തുകൊണ്ടാ? ഉമ്മാക്കും കുടുംബക്കാർക്കും കൊണ്ടാക്കുന്നത് നാണക്കേടാണ്. സഹായിക്കൂല, വീട്ടിൽ തന്നെ ഇട്ടിരിക്കും. നമ്മുടെ കുടുംബത്തിൽ നിന്ന് യതീംഖാനയിൽ ഒരാൾ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഉമ്മാക്ക് കുറച്ചില്ല, അപ്പാക്ക് കുറച്ചില്ല, കുടുംബക്കാർക്ക് കുറച്ചില്ല, അതുകൊണ്ട് വിടൂല. പ്രിയമുള്ളവരെ, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം.
ഹജ്ജിന് പോയി. എല്ലാവരും പോകുന്ന പോലെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോയി. ഇൽമിന്റെ മജ്‌ലിസിൽ നിന്ന് കണ്ണീരോടുകൂടി ദുആ ചെയ്ത് പിരിയുമ്പോൾ ഈ ചരിത്രം ഒരു വലിയ മാനുഷിക നന്മയ്ക്ക് മുതൽക്കൂട്ടാകുമെങ്കിൽ അൽഹംദുലില്ലാഹ് അതിനുവേണ്ടി എത്ര സമയം നഷ്ടപ്പെടുത്താനും എത്ര സമയം ചെലവഴിക്കാനും ഞാൻ ഒരുക്കമാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു ഹജ്ജിന് പോയി. ഹജ്ജിന് പോയിട്ട് മടങ്ങി വരികയാണ്. നരകത്തിന്റെ 4ാമത്തെ കവാടത്തിലേക്ക് കടന്നു പോകുന്ന, നരകത്തിന്റെ 4ാമത്തെ കവാടത്തിലൂടെ കടന്നു പോകുന്ന അനാഥ മക്കളുടെ സ്വത്ത് അക്രമപരമായവരുടെ പൊരുത്തമില്ലാതെ വെട്ടിവിടുങ്ങുന്ന ആഭാസന്മാരുടെ കവാടത്തിലൂടെ കടന്നു പോകാതിരിക്കാൻ ഈ ചരിത്രത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിയിട്ട് പാവപ്പെട്ടവരെ സഹായിക്കാൻ, അനാഥ മക്കൾക്ക് അർഹതപ്പെട്ട കടമ വീടാൻ എന്റെ നാട്ടിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സ് വെക്കുക. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോയി. മടങ്ങി വീട്ടിൽ വന്നു. രാത്രി കിടന്നുറങ്ങുമ്പോ സ്വപ്നം കാണുകയാണ്, ഏ അബ്ദുല്ലാ, നീ ചെയ്ത ഹജ്ജും ഉംറയും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. നീ ചെയ്ത ഹജ്ജും ഉംറയും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഞെട്ടി ഉണർന്നു ഉറക്കിൽ നിന്ന്. രണ്ടാമത് വീണ്ടും കിടന്നു. രണ്ടാമതും ആ സ്വപ്നം കണ്ടു. 3 പ്രാവശ്യം ഒരൊറ്റ രാത്രിയുടെ 3 സമയങ്ങളിൽ ചെയ്തുപോലെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എന്ന് സ്വപ്ന ദർശനം കിട്ടിയപ്പോൾ ആ സ്വപ്നത്തിലൂടെ അല്ലാഹു അറിയിച്ചു കൊടുത്തു, അബ്ദുല്ലാഹ്, നിന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചില്ല, നിന്റെ കൂടെ വന്നവരുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചില്ല. ഈ വർഷം ഒരുപാട് പേരുടെ ഹജ്ജ് ബാത്തിലായിരിക്കുകയാ. പക്ഷേ ഹജ്ജ് ചെയ്യാത്ത ഒരു മനുഷ്യൻ ഡമസ്കസിലുണ്ട്. മുവഫഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഡമസ്കസിലുള്ള ഒരു മനുഷ്യനുണ്ട്. പാവപ്പെട്ടവനാണ്, പട്ടിണി കിടക്കുന്നവനാണ്. അവന്റെ ബറക്കത്ത് കൊണ്ട് സ്വീകരിക്കപ്പെടാത്ത ആയിരക്കണക്കാര ഹജ്ജ് ഈ വർഷം സ്വീകരിച്ചിരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഞെട്ടി ഉണർന്നു. കാരണം എന്ത്? ഹജ്ജിന് പോകാത്ത ഒരാളുടെ ബറക്കത്ത് കൊണ്ട് പോയിട്ട് ശരിയാകാത്ത ഹജ്ജുകളൊക്കെ അല്ലാഹു സ്വീകരിച്ചു. ഇത്രയും വലിയ മഹത്വം ഉള്ളവരാരാ? ഇതിനുവേണ്ടി എന്താ പുണ്യമാണ് മുവഫഖ് ചെയ്തത്? അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന് ഉറക്കം വന്നില്ല. ആ തണുപ്പുള്ള രാത്രിയിൽ വലിയ ഒരു കമ്പിളി വസ്ത്രം തന്റെ ശരീരത്ത് പൂച്ചിയിട്ട് പുരട്ടിയിട്ട് മൂടിക്കെട്ടിയ ശരീരവുമായി തന്റെ വാഹനത്തിൽ കോച്ചുന്ന തണുപ്പത്ത് ഡമസ്കസ് എന്ന് പറയുന്ന മൈലുകൾക്ക് പുറമുള്ള രാജ്യത്തേക്ക് യാത്ര ചെയ്യുകയാ. ഡമസ്കസിന്റെ ഭാഗത്ത് വന്നപ്പോ നേരമതാ പുലർന്നിരിക്കുകയാ. കമ്പോളത്തിന്റെ ഭാഗത്ത് ചെന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു വിളിച്ചു ചോദിക്കുകയാ, ഇവിടെ ആരാണൊരു മുവഫഖ് ഉള്ളത്? ഇവിടെ ഏതാണൊരു മുവഫഖ് ഉള്ളത്? എനിക്ക് കാണണമല്ലോ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു വിളിച്ചു ചോദിച്ചപ്പോ കുറെ ജനങ്ങൾ വന്ന് പറഞ്ഞ്, ബഹുമാന്യരേ, അങ്ങ് ആവശ്യപ്പെടാൻ പാകത്തിനുള്ള മുവഫഖ് ഈ ഡമസ്കസ് എന്ന് പറയുന്ന നാട്ടിലില്ല. പ്രിയപ്പെട്ട അബ്ദുല്ലാഹ്, അങ്ങയെപ്പോലുള്ള വലിയ ഒരു മഹാൻ വന്നിട്ട് ചോദിക്കാനുള്ള ഒരു മുവഫഖ് ഞങ്ങളുടെ നാട്ടിലില്ല. പിന്നെ ഞങ്ങളുടെ നാട്ടിലുണ്ട് ഒരു മുവഫഖ് ഉണ്ട്. ആ മനുഷ്യനെ നിങ്ങൾ അന്വേഷിക്കാൻ സാധ്യതയില്ല. ആകെ ഒരേ ഒരു മുവഫഖേ ഉള്ളൂ. ആ മുവഫഖിന്റെ ജോലി ഡമസ്കസിന്റെ ഈ കമ്പോളത്തിന്റെ മറുഭാഗത്ത് ചെളിക്കുണ്ടുകൾക്കിടയിൽ ചെറിയ ഒരു ഓലപ്പുര കെട്ടിയിട്ട് രാവിലെ അതിനകത്തേക്ക് വന്നിരുന്ന് വൈകുന്നേരം സന്ധ്യ മയങ്ങുന്നത് വരെ പണക്കാരായ സമ്പന്നരായ ഡമസ്കസിന്റെ സമ്പന്നവർഗത്തിന്റെ ചെരുപ്പ് പൊട്ടുമ്പോ ആ ചെരുപ്പ് തന്റെ കയ്യിലിരിക്കുന്ന ആയുധം കൊണ്ട് തച്ചു കൊടുക്കുന്ന ജോലിയാണ്. ചെരുപ്പ് കൊത്തിയാണ് അബ്ദുല്ലാഹ്. ആ ഒരു മുവഫഖ് മാത്രമാണ് ഡമസ്കസിലുള്ളതെന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മതി, എനിക്ക് ആ മുവഫഖിനെ കണ്ടാ മതി, ആ മുവഫഖിനെ എനിക്ക് കണ്ടാ മതി. അതേ മുവഫഖിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്, മുവഫഖിന്റെ മുമ്പിലേക്ക് ചെന്ന് സലാം പറയുമ്പോ സലാം അടക്കിയിട്ട് ആ റൂമിന്റെ അകത്തിരുന്ന് ഇറങ്ങി വന്നതാരാ? കുറഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്ന, ശരീരം മെലിഞ്ഞുണങ്ങിപ്പോയ ചെരുപ്പ് കുത്തിയായ മുവഫഖ് ചെരുപ്പ് കുത്തുന്ന ആയുധവും കയ്യിൽ വെച്ചുകൊണ്ട് കണ്ണീരോടെ ഇറങ്ങി വരികയാ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, നീ മുവഫഖല്ലേ? അതേ പെങ്ങളെ, ഞാൻ മുവഫഖ. എന്തേ കാണാമെന്നത്? അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാ, മുവഫഖേ, നിനക്ക് ഹജ്ജിന് പോകാൻ കൊതിയുണ്ടായിരുന്നു, മദീനത്ത് പോകാൻ ആശയുണ്ടായിരുന്നു? ഇത് ചോദിച്ചപ്പോ ചെരുപ്പ് കുത്തിയായ മുവഫഖിന്റെ കണ്ണുകൾ നിറഞ്ഞിടുകയാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, തങ്ങളെ, ഈ ഡമസ്കസിലുള്ള പണക്കാരെല്ലാം ഹജ്ജിന് പോകുമ്പോ എന്റെ അടുത്ത് വന്ന് യാത്ര ചോദിക്കുമ്പോ ഈ ചെറിയ കൂരയ്ക്കകത്തിരുന്ന് ഞാൻ പൊട്ടിക്കരയുമായിരുന്നു തങ്ങളെ. ഞാൻ ചെരുപ്പ് കുത്തിയല്ലേ അള്ളാന്റെ മക്കയിലേക്ക്, റസൂലുള്ളാഹിയുടെ മദീനയിലേക്ക് എത്താനുള്ള പവറിന് കാശന്റെ കയ്യിലില്ലല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമായിരുന്നു. ഓരോ ദിവസവും ചെരുപ്പ് കുത്തിയിട്ട് സമ്പന്ന വർഗം എറിഞ്ഞു തരുന്ന നാണയത്തൊട്ട് എന്റെ വീടിന്റെ ചിലവിന് പോലും എനിക്ക് തികയില്ല. അത്രത്തോളം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് ആകെയുള്ള സമാധാനം എന്തേ? പട്ടിണി കിടക്കുമ്പോഴും രാത്രിയും പകലും ചെരുപ്പ് കുത്തുമ്പോഴും എന്റെ മനസ്സിന്റെ അകത്തുള്ള ഒരേ ഒരു സമാധാനം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഹബീബിന്റെ മദീന ഒന്ന് മരിക്കുന്നതിന് മുമ്പ് കാണാ സ്വലാത്തിന്റെ അകമ്പടിയോടെ കരഞ്ഞു ദുആ ചെയ്യുന്ന ഒരേ ഒരു സമാധാനം മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. എന്റെ പ്രിയപ്പെട്ട അബ്ദുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മുവഫഖ് തന്റെ ചരിത്രം അങ്ങോട്ട് പറയാൻ തുടങ്ങി. പക്ഷേ ഞാൻ തീരുമാനിച്ചു, തോറ്റുകൊടുക്കാൻ പാടില്ലല്ലോ, ആരുടെ മുന്നിലും തോറ്റുകൊടുക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഓരോ ദിവസവും ഞാൻ കച്ചവടം ചെയ്തിട്ട്, ഓരോ ദിവസവും ഞാൻ ചെരുപ്പ് കുത്തിയിട്ട് കിട്ടുന്ന നാണയത്തൊട്ട് എന്റെ വീട്ടിന്റെ അകത്ത് ചെറിയ ഒരു ടിന്നുണ്ടാക്കി വെച്ചു. അതിന്റെ പുറത്ത് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നെഴുതി വെച്ചിട്ട്, ഒരു ദിവസം എനിക്ക് 4 നാണയത്തൊട്ട് കിട്ടിയാൽ 2 നാണയത്തൊട്ട് വീടിന്റെ ചെലവിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ട് ബാക്കി 2 എണ്ണം എന്റെ ചെറിയ ടിന്നിലേക്ക് ഞാൻ ഇട്ടുവെക്കുമായിരുന്നു. എന്നിട്ട് ഓരോ ദിവസവും കഴിയുമ്പോ ആ ടിന്ന് ഞാൻ കയ്യിലെടുത്ത് വെച്ച് നോക്കുമായിരുന്നു. അല്ലാഹുവേ, ഇനി എന്നാണ് ഇത് നിറയുന്നത്? ഇതിന്റെ കാശെടുത്തുകൊണ്ട് മക്ക കാണാൻ, മദീന കാണാൻ, ലോകത്തെ സകല പാവപ്പെട്ടവരോട് സ്നേഹത്തിന്റെ പറുദീസ പണിഞ്ഞുകൊടുത്ത മണവാളന്റെ മണിയറ കാണാൻ എന്നാണ് പോകാൻ കഴിയ തമ്പുരാനെ എന്ന് ചിന്തിച്ചുകൊണ്ട് കണ്ണുനീരോട് ഞാൻ കഴിയുമായിരുന്നു. അവസാനം ഒരുപാട് നാളുകൾ കഴിഞ്ഞു. ഈ ചരിത്രം കേൾക്കുന്ന മൈലൂരുത്തെ പെങ്ങളെ, 50 പവന്റെ ആഭരണം ശരീരത്തിട്ട് അടിച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണേ, അതിൽ നിന്ന് 5 പവൻ മാറ്റിവെച്ചാൽ അള്ളാന്റെ കഅബാലയത്തിൽ പോകാമായിരുന്നല്ലോ. പോണ്ട പെണ്ണേ, ഭർത്താവിന്റെ കൂടെ വീഗാലാൻഡിൽ പോകാൻ മനസ്സ് കാണിക്കുന്ന, ഊട്ടിയിലും കൊടൈക്കനാലും പോകാൻ മനസ്സ് കാണിക്കുന്ന, ആഗ്രയിലെ താജ്മഹലിന്റെ മുമ്പ് പോയി ഭർത്താവിന്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് ഫോട്ടോ എടുത്ത് അഭിമാനത്തോടെ നാട്ടിലുള്ള സ്ത്രീകൾക്ക് കാണിച്ചു കൊടുക്കുന്ന ആ കാലഘട്ടത്തിലെ പെങ്ങളെ, കേവലം ഒരു ചെരുപ്പ് കുത്തി കിട്ടുന്ന നാണയത്തൊട്ട് പെട്ടിക്കകത്തിട്ട് കൂട്ടിവെക്കാം. നമ്മുടെ സഹോദരങ്ങൾ പൊടിച്ചു കളയുന്ന കാശിന് നല്ല കുറവുണ്ടോ? എത്ര രൂപയാ ആവശ്യമില്ലാതെ അങ്ങനെ ഒരു ഒരുക്കു കൂട്ടി വെക്കാൻ നമുക്ക് ഇന്ന് വരെ ചിന്തിച്ചു. നമ്മൾ ആലോചിക്കും, കുറെ നാൾ കഴിയുമ്പോൾ ഗൾഫിൽ പോവാം, ഏതെങ്കിലും അറബിയെ പറ്റിച്ച് കുറച്ച് കാശ് കിട്ടും, അതും വെച്ചിട്ട് ഗൾഫിലേക്ക് പിന്നെ ഹജ്ജിന് പോകണം. സൗദി അറേബ്യയിലേക്ക് ഗൾഫിലേക്ക് ജോലിക്ക് വേണ്ടി പോയി പെട്ടെന്നൊന്ന് ഹജ്ജിന് പോകണം, അതിലൂടെ ഒരു ഹജ്ജ് നിർവഹിക്കണം എന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ച് ഇപ്പോഴും നമ്മളത് സാധിക്കുമെന്ന് വിശ്വാസത്തിൽ കഴിയുമ്പോൾ അതിനു വേണ്ടി ഒരു നിയ്യത്ത് ഇഖ്ലാസോടെ ചെയ്ത് മനസ്സിനെ അങ്ങോട്ട് മാറ്റിയിരുന്നെങ്കിൽ നടക്കുമായിരുന്നു ഇതിനു മുമ്പേ. പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ല. മൂഫക്ക് അങ്ങനാ ചെയ്തത്. അവസാനം അതാ ഹജ്ജിന് പോകാനുള്ള കാശ് തികയാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായപ്പോ മൂഫക്ക് ഓടി വരികയാ. സുബ്ഹാനല്ലാഹ്, തന്റെ പെട്ടി അങ്ങോട്ട് പൊട്ടിക്കുകയാണ്. എന്നിട്ട് നാണയത്തൊട്ടുകൾ ഓരോന്ന് എണ്ണി മാറ്റുമ്പോൾ മുവഫക്കിന്റെ കണ്ണങ്ങ് നിറഞ്ഞിടുകയാ. എന്തേ കാരണമെന്നറിയോ? എന്റെ മക്ക കാണാൻ, മദീന കാണാൻ എനിക്ക് ഈ കാശ് മതിയല്ലോ എന്ന് തീരുമാനിച്ച് സന്തോഷത്തോടുകൂടി സമയം ചെലവഴിച്ച് ആ കാശിനെ വാരിപ്പിടർന്ന് മുത്തം കൊടുക്കുന്ന മുവഫക്കിന്റെ പിന്നില് തന്റെ പ്രിയപ്പെട്ട ഭാര്യ വരികയാ. എന്നിട്ട് പറയുന്ന മുവഫക്കേ,
4 മാസത്തോളം ഗർഭവതിയാണ് മുവഫക്കിന്റെ ഭാര്യ. ആ ഭാര്യ വന്ന് കണ്ണീരോടെ പറയുന്നു, മുവഫക്കേ, ഇന്ന് വരെ നിക്കാഹ് കഴിഞ്ഞിട്ട് ഞാനൊരു ആവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ഒരാഗ്രഹവും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ആകെ ഞാനൊന്നൊരാവശ്യം നിങ്ങളോട് പറയുകയാ, അത് നിങ്ങൾ എനിക്ക് നടത്തിത്തരണമെന്ന് കണ്ണീരോടെ പറയുമ്പോ മുവഫക്ക് ചോദിക്കുന്ന, പെണ്ണേ, എന്താവശ്യമാണ് നിനക്ക് നടത്തിത്തരാനുള്ളത്? ആ പെണ്ണ് പറയുന്നു, മുവഫക്കേ, അല്പം ഇറച്ചിയുടെ കറി കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, ഇറച്ചിയുടെ ചാറ് കുടിക്കണമെന്ന കൊതിയുണ്ട്. ഗർഭവതികളല്ലേ, അവരുടെ ആഗ്രഹം നടത്തിക്കൊടുക്കല് ഭർത്താവിന്റെ ബാധ്യതയല്ലേ? ഗർഭവതിയാര ഭാര്യ പറയുന്നു, എനിക്ക് മാങ്ങ വേണം, എനിക്ക് തേങ്ങ വേണം, എനിക്ക് നെല്ലിക്ക വേണം, എനിക്ക് ബിരിയാണി വേണം എന്ന് ഓരോന്നോരോന്ന് പറയുന്നത് അവരുടെ നാവിന്റെ അകത്ത് വരുന്ന രുചി കൊണ്ടാണ്. അവരെ കുറ്റപ്പെടുത്താറ്, അവരെ കളിയാക്കാറ്, അവരെ പരിഹസിക്കാറ്, അത് നടത്തിക്കൊടുക്കല് ഭർത്താവിന്റെ ബാധ്യതയാണ്. ഈ മൈരൂരത്തെ പരിസരത്തുള്ള പെങ്ങന്മാരോട് ചോദിക്കട്ടെ, നീ ഗർഭവതിയാണെന്നറിയുമ്പോ ഏറ്റവും വില കൂടിയ ഫ്രൂട്ട്സ് സാധനങ്ങള് നിന്റെ വീടിന്റെ അകത്ത് നിന്റെ ഭർത്താക്കന്മാര് വാങ്ങിക്കൊണ്ട് തരൂലേ പെങ്ങളെ? നിന്റെ ശരീരം അനങ്ങാതെ കുലുങ്ങാറ് എത്രയോ വിലപിടിപ്പുള്ള അതേ പലവർഗ്ഗങ്ങള് വീടിന്റെ അകത്ത് നിറച്ചുകൊണ്ട് തരുന്ന പോലെ സാമ്പത്തികമുള്ള കാലഘട്ടമായിരുന്നില്ല പ്രിയപ്പെട്ടവര്. ബഹുമാനപ്പെട്ട മുവഫക്ക് പറയുകയാ, അങ്ങനെയതാ എന്റെ ഭാര്യ വന്നിട്ട് എന്നോട് ചോദിക്കുകയാ, ഇറച്ചിയുടെ ചാറ് കഴിക്കണമെന്ന് പറഞ്ഞപ്പോ ഈ കാശെടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് മുവഫക്ക് തന്റെ ഭാര്യയോട് പറയുകയാ, ഇല്ല പെണ്ണേ, ഇതെനിക്ക് മക്ക കാണാനുള്ള കാശാണ്, ഇതെന്റെ മദീനത്ത് പോകാനുള്ള കാശാണ്, അതുകൊണ്ട് ഈ കാശ് ഞാൻ അതിനു വേണ്ടി ചിലവഴിച്ചാൽ എന്റെ യാത്ര മുടങ്ങി പോകുമെന്ന് പറഞ്ഞപ്പോ ചെറിയ ഒരു പാത്രം എടുത്തിട്ട് മുവഫക്കിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാ. മുവഫക്ക് ചോദിക്കുന്നു, പെണ്ണേ, ഇതെന്തിനാണ്? ആ പെണ്ണിനോട് മുവഫക്ക് ചോദിച്ചപ്പോ പെണ്ണ് പറയുന്നു, മുവഫക്കേ, നിങ്ങളുടെ ഈ കാശിൽ നിന്നൊരു ചില്ലിക്കാശ് പോലും എടുക്കണ്ട, മക്കയോടുള്ള മദീനയോടുള്ള നിങ്ങളുടെ പ്രേമത്തെ കുറിച്ച് എനിക്കറിയാ, അതുകൊണ്ട് മുവഫക്കേ, ഈ പാത്രം കൊണ്ട് അപ്പുറത്തെ വീട്ടിലൊന്ന് ചെല്ലുക. എന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന പെങ്ങളില്ലേ, അവള് പാവപ്പെട്ടവളാണ്, പക്ഷേ അവളെ വീട്ടിന്റെ അകത്ത് നിന്ന് അടുക്കളയുടെ ഭാഗത്ത് നിന്ന് ഇറച്ചിയുടെ ചാറ് വെക്കുന്നതിന്റെ രുചി പറന്നു വരുന്നുണ്ട് മുവഫക്കേ, ഇറച്ചിയുടെ സ്വാദ് വരുന്നുണ്ട് മുവഫക്കേ. അതുകൊണ്ടൊന്ന് അവിടെ ചെന്നിട്ട് ആ പെണ്ണിനോട് എന്റെ ഭാര്യ ഗർഭവതിയാണ്, കുറച്ച് ഇറച്ചിയുടെ ചാറ് തരണമെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണും തരാതിരിക്കൂല, അതുകൊണ്ട് ഈ പാത്രവുമായിട്ടൊന്ന് പോണമെന്ന് പറഞ്ഞപ്പോ ആ പാത്രവും എടുത്തുകൊണ്ട് സന്തോഷത്തോടെ മുവഫക്ക് ഓടുകയാ. അപ്പുറത്തെ വീട്ടിലേക്ക് ചെല്ലുമ്പോ അവിടെയാണ് പെങ്ങളെ നമ്മുടെ കഥാപാത്രങ്ങളുടെ രംഗം നടക്കുന്നത്. ആ വീട് മുവഫക്ക് അറിയാത്ത വീടാണ്. ആ വീടിന്റെ ദാരിദ്ര്യം മുവഫക്കിന്റെ ഭാര്യക്കറിയില്ല, ആ വീടിന്റെ കട്ടത അവർക്കാർക്കും അറിയില്ല. മുവഫക്ക് ആ പാത്രവുമായി വീടിന്റെ വാതിൽ ചെന്നിട്ട് വിളിച്ചു ചോദിക്കുകയാണ്, അല്പം ഇറച്ചിയുടെ ചാറ് വേണമെന്ന് പറയുമ്പോ മുവഫക്കിനോടകത്തിരുന്ന് മറുപടി പറഞ്ഞ് വാതിൽ തുറന്ന പെണ്ണ് പറഞ്ഞതെന്താ, മുവഫക്കേ, ഈ ഇറച്ചിയുടെ ചാറ് നിങ്ങളുടെ ഗർഭവതിയായ ഭാര്യ കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കൽ അവൾക്ക് പാടില്ല എന്ന് പറഞ്ഞപ്പോ മുവഫക്ക് ചോദിച്ചു, പെണ്ണെ, അതിന്റെ കാരണം എന്താ? നീ ഒരു അയൽവാസിയാണ്, മുസ്ലിമല്ലേ, ഞാനും ഒരു പാവപ്പെട്ട മുസ്ലിമാണ്, നീയും ഒരു പാവപ്പെട്ട മുസ്ലിമാണ്, എന്റെ ഭാര്യ ഗർഭവതിയാണ്, അവൾ ഈ വീട്ടിന്റെ അകത്തിരുന്ന് ഇറച്ചി അങ്ങോട്ട് പാചകം ചെയ്തപ്പോ അന്തരീക്ഷത്തിലൂടെ വന്ന സ്വാദ് കേട്ടിട്ടാണ്, സ്വാദറിഞ്ഞിട്ടാണ് ഇറച്ചിയുടെ ചാറ് ചോദിച്ചത്. അതുകൊണ്ട് പെണ്ണേ, കൊടുക്കുന്നത് കൊണ്ട് എന്താ നഷ്ടം നിനക്ക് വരാനുള്ളത്? ഇത് ചോദിച്ചപ്പോഴാണ് ആ പെണ്ണ് കരയാൻ തുടങ്ങി. എന്നിട്ട് മുവഫക്കിനോട് പറയുന്നു, മുവഫക്കേ, നിങ്ങൾക്ക് എന്റെ വീടിന്റെ അവസ്ഥ അറിയാത്തത് കൊണ്ടാ, എന്റെ കുടുംബത്തിന്റെ അവസ്ഥ അറിയാത്തത് കൊണ്ടാ, എന്റെ ഭർത്താവ് കുറച്ചു നാളുകൾക്ക് മുമ്പ് മരിച്ചുപോയല്ലോ, നിങ്ങളും വന്നിരുന്നതാണല്ലോ, അന്ന് എനിക്ക് 2 മക്കളെ തന്നിട്ടാണ് ഭർത്താവ് പോയത്. ആ മക്കള് അനാഥ മക്കളാണ്, യത്തീം മക്കളാണ്, അവരെ നോക്കാൻ ആരുമില്ല.
അവരെ വളർത്താൻ ആരുമില്ല, അവരെ പോറ്റാൻ ആരുമില്ല. ആ മക്കൾ ഇന്ന് ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോരെ കാശ് ആ മക്കൾക്ക് വേണ്ടി ചെലവഴിച്ച് അവസാനം എന്റെ പ്രിയപ്പെട്ട മക്കള് പട്ടിണിയായി, അവർക്ക് കൊടുക്കാനൊന്നുമില്ലാതായി, സഹാരങ്ങളൊക്കെ നിലച്ചുപോയി. അവസാനം എന്റെ മക്കൾക്ക് കൊടുക്കാനൊന്നുമില്ലാതെ ഞാൻ വല്ലാതെ വേജാറിലായി. എന്റെ രണ്ടു മക്കളും വീട്ടിന്റെ അകത്ത് പട്ടിണി കിടന്ന് മരിക്കുമെന്നായപ്പോ ഓരോ ദിവസവും ഉമ്മാന്ന് വിളിച്ച് ഒട്ടിയ വേറുമായവര് പൊട്ടിക്കരയുമ്പോ മൈലൂരുള്ള ഏതെങ്കിലും ഉമ്മാക്ക് സഹിക്കുമോ? പനി പിടിച്ച് കിടക്കുന്ന നിന്റെ പൊന്നുമോള് കഞ്ഞി കുടിക്കാതിരുന്നാല്, ഭക്ഷണം കഴിക്കാതിരുന്നാല് അന്ന് നീയും പട്ടിണി കിടക്കൂലേ? അന്ന് നീയും ഒന്നും കഴിക്കാറില്ലല്ലോ. അത്രത്തോളം മക്കളെ സ്നേഹിക്കുന്ന ഉമ്മ, അത്രത്തോളം മക്കളെ ഇഷ്ടപ്പെടുന്ന ഉപ്പ, എന്റെ മക്കള് പട്ടിണി കിടന്ന് മരിക്കുന്നത് കാണാൻ കഴിയാറ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വാതിലടച്ചു മോഫക്കേ, എന്നിട്ട് ജനാലയിലൂടെ നോക്കി ഒട്ടിയ വയറുമായി പൊട്ടിക്കരയുന്ന മക്കളെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, മക്കള് ഉമ്മച്ചി മരുഭൂമിയിലൂടെ നടന്നു പോവാ, ഈ മാതൃഹൃദയത്തിന് നിങ്ങൾ പട്ടിണി കിടന്ന് പിടഞ്ഞു മരിക്കുന്നത് കാണാൻ കഴിയൂല. പോകുന്ന വഴിയിൽ രാജാതിരാജനാറ പടച്ചതമ്പുരാ എനിക്കെവിടെ നിന്നെങ്കിലും ഭക്ഷണം തന്നാൽ ആ ഭക്ഷണം ഞാൻ നിങ്ങൾക്ക് കൊണ്ട് തരാ മക്കളെ എന്ന് പറഞ്ഞിട്ടാണ് ആ പെങ്ങള് നടന്നു പോയത്. നടന്നൊരുപാട് പോയി മുന്നോട്ട് ചെല്ലുമ്പോ മരുഭൂമിയുടെ ഒരു ഭാഗത്ത് എന്തോ ഒരു ശവമുണ്ടല്ലോ, എന്തോ ഒരു ജീവിയുടെ ശവമുണ്ടല്ലോ. കുറെ പറവകൾ ഇങ്ങനെ വട്ടമിട്ട് പറന്ന് കൊത്തിവലിക്കുകയാ. ആ പെണ്ണ് ഓടി ചെല്ലുകയാ. അതെന്താണെന്നറിയാൻ വേണ്ടി ഓടി ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ് 2 ദിവസങ്ങൾക്ക് മുമ്പ് ചത്തുപോയ ഒരു കോവർ കഴുതയുടെ ശരീരമാണ് അവിടെ കിടക്കുന്നത്. ഈ പെണ്ണ് വിചാരിച്ചു, അൽഹംദുലില്ലാഹ് എന്റെ വഴിയില് എനിക്ക് ഭക്ഷണം കിട്ടിയാൽ എന്റെ മക്കൾക്ക് കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. രാജാതിരാജനായ തമ്പുരാൻ വാപ്പയില്ലാത്ത എന്റെ വീട്ടിന്റെ അകത്ത് കഷ്ടപ്പെടുന്ന മക്കൾക്ക് വേണ്ടി തന്നതായിരിക്കാം ഇതെന്ന് പറഞ്ഞിട്ട് മരുഭൂമിയുടെ മണലുവാരി വട്ടമിട്ട് പറക്കുന്ന പറവകളെ എറിഞ്ഞോടിച്ചിട്ട് ആ ശവമെടുത്തുകൊണ്ട് വന്ന് കഴുകുകയാ, അത് വൃത്തിയാക്കുകയാ. എന്നിട്ട് അത് കൊണ്ടുവന്ന് വീട്ടിന്റെ അകത്ത് കൊണ്ടുവന്ന് തന്റെ അനാഥ മക്കൾക്ക് വേണ്ടി പാചകം ചെയ്യുന്നതിന്റെ സ്വാദാണ് അന്തരീക്ഷത്തിലൂടെ അടിച്ചു വീശിയതെന്ന് പറഞ്ഞപ്പോ ഗോഫക്ക് എന്ന് പറയുന്ന മഹാനാര മനുഷ്യന്റെ കയ്യിലിരുന്ന പാത്രത്തിൽ നിറഞ്ഞത് കണ്ണുനീരാണ്. ആ പാത്രം ദൂരേക്ക് വലിച്ചെറിയുകയാണ്. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. വീടിന്റെ വാതിൽ ഇറച്ചിച്ചാറിന് വേണ്ടി കാത്തിരുന്ന ഭാര്യയെ തട്ടിമാറ്റി അകത്തേക്ക് ചെല്ലുകയാണ്. വർഷങ്ങളായി മക്ക കാണാൻ, മദീന കാണാൻ നാണയത്തുട്ടുകൾ ഇട്ടുകൂട്ടി വെച്ചിരുന്ന ചെറിയ ടിന്നുണ്ടല്ലോ, ആ ടിന്നിന്റെ കാശ് മുഴുവനും വാരിയെടുക്കുകയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് മദീന കാണാൻ മുവഫക്കിന് കഴിയൂല നബിയേ. അങ്ങയുടെ പരലോകത്ത് അങ്ങയുടെ ഹൗലുൽ കൗസർ എനിക്ക് തന്നാ മതി നബിയേ എന്ന് പറഞ്ഞിട്ടതാ എന്റെ വീടിന്റെ പുറത്ത് പാവപ്പെട്ട അനാഥ മക്കള് പട്ടിണി കിടന്ന് ഇത്രത്തോളം കഷ്ടപ്പെടുമ്പോ ഈ മുവഫക്കിന് ഹജ്ജ് വേണ്ട റബ്ബേ, ഈ മുവഫക്കിന് മദീന വേണ്ട റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ആ നാണയ ഒന്നുപോലും ബാക്കി വെക്കാറ് അനാഥ മക്കളുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തവരാണ് ഞാനെന്ന് മുവഫക്ക് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു 2 കൈ വിരിച്ചിട്ട് മുവഫക്കിനെ വാരിപ്പുണരുകയാ. എന്നിട്ട് പറയുന്ന മുവഫക്കേ, നീ മക്കയിൽ പൊണ്ടാ, നീ മദീനയിൽ പൊണ്ടാ, പക്ഷേ നീ കാരണമായി സ്വീകരിക്കപ്പെടാത്ത ആയിരക്കണക്കാര ഹജ്ജ് ഈ വർഷം അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട മുവഫക്കിനോട് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, യൂത്ത് ഫെഡറേഷന്റെ ജോലി വർഷത്തിലൊരു മതപ്രസംഗം നടത്തലല്ല, വർഷത്തിലൊരു എഴുന്നള്ളപ്പ് നടത്തലല്ല, വർഷത്തിലൊരു കുതിരസവാരി നടത്തലല്ല, വർഷത്തിൽ പള്ളിയുടെ മുമ്പ് ചെണ്ട കൊട്ടിക്കലല്ല, വർഷത്തിൽ പള്ളിയുടെ മുമ്പ് ഗാനമേള നടത്തലല്ല, വർഷത്തിൽ പള്ളിയുടെ മുന്നിൽ സിനിമാറ്റിക് ഡാൻസ് നടത്തലല്ല. യൂത്ത് ഫെഡറേഷന്റെ ചുണക്കുട്ടന്മാരുടെ അജണ്ട എന്തെന്നറിയോ?
സുബ്ഹാനല്ലാഹ്, ഈ പള്ളിയുടെ പണി അങ്ങോട്ട് പൂർത്തിയായി കിടന്നാൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ ഒരു അനാഥ കുഞ്ഞിന്റെ കണ്ണീരിന്റെ ശാപം കിട്ടാതിരിക്കാ, പാവപ്പെട്ടവരുടെ ശാപം കിട്ടാതിരിക്കാ, ക്യാൻസറും ട്യൂമറും ബാധിച്ച് പള്ളികൾ തോറും കർച്ചീപ്പ് വിരിച്ച് യാചിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന രോഗികളെ കണ്ടെത്തിയിട്ട് 1000-ആണെങ്കിലത് 10,000-ആണെങ്കിലത് എപ്പിച്ചു കൊടുത്തുകൊണ്ട് ദുആ ചെയ്യിപ്പിച്ച് ഈ നാടിന്റെ സർവ്വവിധ ആപത്തും വിപത്തും ഫിത്നയും ഒഴിവാക്കി ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ മുമ്പോട്ട് പോകുമ്പോ സുബ്ഹാനല്ലാഹ്, നമ്മുടെ വീടിന്റെ മുമ്പിലേക്ക് കലണ്ടറുമായി കടന്നു വരുന്ന എപ്പിയും കുട്ടി ഉൾപ്പെടെയുള്ള പാവപ്പെട്ടവരെ അവഗണിച്ചോ ഈ സമുദായം അനുഭവിക്കുന്ന കണ്ണീര് വലുതാ. വയഹ്ദീ ഇലാ അദാബി സഈർ, നരകത്തിന്റെ 4ാമത്തെ കവാടം അവർക്കുള്ളതാ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നരകത്തിന്റെ ഭയാനകരമായ 5ാമത്തെ കവാടം, ഇതുവരെ പറഞ്ഞ ഒരു കവാടത്തിന്റെ ചെറിയ വാക്കുകളല്ല ഇതിനു വേണ്ടി അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നു. ഇത്രയും നേരം പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഭീഷണിയുടെ സ്വരത്തിൽ മാത്രം ഖുർആൻ സംസാരിക്കുന്ന നരകത്തിന്റെ കവാടം 5ാമത്തെ കവാടം. എന്താണ് ഖുർആൻ പറഞ്ഞത്? അവരെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? 5ാമത്തെ കവാടത്തിലൂടെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? യൗമ യുസ്ഹബൂന അലാ വുജൂഹിഹിം യൂഖൂ മസ്സ സഖർ. സഖർ എന്ന പേരുള്ള നരകത്തിന്റെ 5ാമത്തെ കവാടത്തിലേക്ക് കൊണ്ടുപോകുന്നത് മുഖം കുത്തിവലിച്ചുകൊണ്ടാണ്. എന്നിട്ട് അതിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറയുമത്രേ ദൂഖൂ മസ്സ സഖർ, സഖറിന്റെ രുചി നിങ്ങൾ അറിഞ്ഞുകൊള്ളുക എന്ന് അല്ലാഹു പറയുമത്രേ. മാത്രമല്ല അലൈഹാ 19 മലക്കുകൾ സഖറിന് വേണ്ടി മാത്രം അല്ലാഹു പടച്ചിരിക്കണം. 19 മലക്കുകൾ. എന്നിട്ടോ കുല്ലമാ നൽജത്തു ജുലൂദുഹും ബദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖൽ അദാബ്. നരകത്തിന്റെ പരിപൂർണ രുചി അറിയാൻ വേണ്ടി ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ കരിഞ്ഞു പോകുമ്പോ വീണ്ടും വീണ്ടും അല്ലാഹു ശരീരത്തിലേക്ക് ഭാഗങ്ങളെ വെച്ചുപിടിപ്പിച്ചു കൊടുക്കുക. ഇത്രത്തോളം കഷ്ടപ്പെടാതെ ഏത് ഹതഭാഗ്യനാണ് സഖറിലൂടെ കടന്നു പോകുന്നത്? ഇൻഷാ അല്ലാഹ് അത് പറയാം. അതും 2 വിഭാഗം, 2 തെറ്റ് ദുനിയാവിൽ ചെയ്തവരാണ്. നരകത്തിന്റെ ഏറ്റവും മോശമായ ഏറ്റവും വൃത്തികെട്ട അദാബ് ഈ സഖറിലാണ് എന്ന് പണ്ഡിതന്മാര് പറയുന്നു. അള്ളാഹു അതിനെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്തിന്റെ കവാടങ്ങൾ പറഞ്ഞതിൽ ഏറ്റവും ഭയാനകരമായ അള്ളാഹു പറഞ്ഞ കവാടം, അതിലേക്ക് കടക്കുന്നവരാരാണെന്ന് അവര് തന്നെ പറയാം. അവരോട് ചോദിക്കുന്നു മാ സലക്കക്കും ഫീ സഖർ, എന്തുകൊണ്ട് നിങ്ങൾ ഈ സഖറിലായി എന്ന് ചോദിക്കുമ്പോ അവര് പറയുന്നു, ഒന്ന് ഖാലു ലം നകു മിനൽ മുസല്ലി, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല, ഞങ്ങൾ ഫിത്ന ഉണ്ടാക്കുന്നവരായിരുന്നു, ഞങ്ങൾക്ക് നിസ്കാരമില്ല, ഞങ്ങൾ അള്ളാഹുവിന്റെ ഇൽമിന്റെ വേദിയിൽ പോയി ഇൽമ കേൾക്കും പക്ഷെ നിസ്കരിക്കില്ല, ഞങ്ങൾ അള്ളാഹുവിന്റെ ദീനിനോട് താല്പര്യം കാണിക്കാൻ ഞങ്ങൾ നിസ്കരിക്കൂല, ഇബാദത്തില്ലാത്തവരാ. ലം നകു മിനൽ മുസല്ലി. 2ാമത്തെ കാരണം അവർ പറഞ്ഞത് വലം നകു നുതഇമുൽ മിസ്കീൻ, പാവപ്പെട്ടവരെ നമ്മൾ പരിഗണിക്കൂല, അവർക്ക് ഭക്ഷണം കൊടുക്കൂല, അവരെ സ്നേഹിക്കൂല, നമുക്ക് നമ്മുടെ സ്വന്തം കാര്യം എന്ന് പറഞ്ഞു നടക്കുന്നവരാ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. 6ാമത്തെ കവാടത്തിന്റെ പേര് ജഹീം എന്നാണ്. കടക്കുന്നവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് വല്ലദീന കഫറു വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൽ ജഹീം. അവിശ്വാസികൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞ് ലോകത്ത് എന്തൊക്കെ ഗുണപാഠത്തിനുള്ള പാഠവങ്ങൾ അല്ലാഹു പഠിപ്പിച്ചു കൊടുത്താലും അതൊക്കെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് ജീവിക്കുന്ന ധിക്കാരികളായ നിഷേധികളായ വിഭാഗം. 7ാമത്തത് ഹാവിയ. ഹാവിയ വമാമൻ ഖഫത്ത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ നന്മ തിന്മ തൂക്കി നോക്കുമ്പോ നന്മയിൽ ഏറ്റവും ഭാരം കുറഞ്ഞവർ അവർക്ക് അല്ലാഹു കൊടുക്കുന്നത് ഹാവിയ എന്ന നരകമാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളിൽ ഏറ്റവും എളുപ്പവഴി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദുആയാണ്. മഗ്രിബ് നിസ്കാരത്തിന് ശേഷവും സുബ്ഹി നിസ്കാരത്തിന് ശേഷവും
ഇന്നലെ വരെ ആ ദുആ നമ്മൾ പറഞ്ഞവരാണ്, ഓതിയവരാണ്. എന്നാൽ ഇന്നു മുതൽ, ഇന്നത്തെ സുബഹി മുതൽ നമ്മുടെ ജീവിതത്തിൽ അതൊരു വല്ലാത്ത താല്പര്യം തോന്നിപ്പിക്കുന്ന തരത്തിൽ നമ്മൾ എല്ലാവരും ആ ദുആ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ 7 പ്രാവശ്യം സലാം വീട്ടി ആ ഇരുത്തത്തിലിരുന്നു കൊണ്ട് അല്ലാഹുമ്മ അജ്റുനീ മിനന്നാർ, അല്ലാഹുമ്മ അജ്റുനീ മിനന്നാർ, അല്ലാഹുവേ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന്, അതിന്റെ കവാടങ്ങളിൽ നിന്ന്, അതിന്റെ ഭയാനകതയിൽ നിന്ന്, അതിന്റെ ഭയപ്പെടുത്തലിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമെന്നുള്ള ദുആ. ഈ 2 സമയം അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന സമയമാണ്. ആ 2 സമയങ്ങളിൽ മനസ്സു നൊന്ത് ഈ ദിക്ർ ശരിക്കും നമ്മൾ പറയുക. അള്ളാഹു തൗഫീക്ക് തരുമാറാകട്ടെ, നമ്മുടെ ജീവിതം അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഇൽമിന്റെ വേദി ഞങ്ങളുടെ സദസ്സിൽ നിന്ന് പിരിയുമ്പോ, സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് സങ്കടത്തോടെ കണ്ണീരോടെ പിരിയുമ്പോ, ഇൻഷാ അല്ലാഹ് ഈ യൂത്ത് ഫെഡറേഷന്റെ പ്രവർത്തകർക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ദീനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നടത്താൻ ഇനി ബാക്കിയുണ്ട്. അതൊക്കെയും ഇൻഷാ അല്ലാഹ് ഒരു പ്രതീക്ഷ പോലെ അവർ വെച്ചിരിക്കുകയാണ്. തുണ്ടെഴുതിയവർ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് വരെ അങ്ങോട്ട് മാറ്റിക്കളയാം എന്നൊരു തോന്നലൊന്നും വേണ്ട. അല്ലാഹു തആല അതൊക്കെ മാറ്റി നന്മയുടെ ചിന്ത അല്ലാഹു ആ തലമുറയ്ക്ക്, സഹോദരങ്ങൾക്ക് വളർത്തിയെടുക്കാനുള്ള ആ തൗഫീഖ് അല്ലാഹു കൊടുക്കട്ടെ. അവരുടെ തിന്മകളെ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഈ നന്മയുടെ നാടിൽ തുടക്കം കുറിക്കുന്ന പള്ളിയുടെ കീഴിലുള്ള എല്ലാ പരിപാടികളും അല്ലാഹു പരിപൂർണമായും വിജയിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ദുആയിലേക്ക് കടക്കാണ്. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വനബിയിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഔദാര്യവാനായ കരുണക്കടലായ പടച്ചവനെ, സാധുക്കളായ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിന് നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു എത്രയെത്ര ദൂരത്തു നിന്നാണ് സഹോദരങ്ങൾ, സഹോദരിമാര് കുഞ്ഞുമക്കളെയും കൊണ്ട് വാത് കേൾക്കാനെത്തിയത് തമ്പുരാനെ. അല്ലാഹുവേ, ഇന്നെ ഇജാബത്ത് നീ കൊടുക്കണേ അല്ലാ. എന്ത് ആഗ്രഹമാണോ, എന്ത് ആവശ്യമാണോ ഈ സദസ്സിൽ നിറഞ്ഞ മജ്‌ലിസിൽ അവര് കൊതിക്കുന്നത്, അത് നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അഞ്ചൽ പെട്ടിയിലെ നിഷാദ് എന്ന പ്രിയ കൂട്ടുകാരന് രോഗശാന്തി കൊടുക്കണേ അല്ലാ. ആ സഹോദരനെ സഹായിക്കാൻ ആരൊക്കെ മനസ്സ് വെക്കുന്നുവോ ആ സഹായം നീ പരിപൂർണമായും സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു, ആ സഹോദരന് വന്നുപോലെ അവസ്ഥ ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും നീ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ റഹ്മാനേ, ഇൽമിന്റെ വേദിയിൽ കൊണ്ടുപോയ കബറിന്റെ അകത്ത് ധാരാളം സ്വതക്കയിട്ട് കൊണ്ടുവന്ന സഹോദരങ്ങൾ, അവരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്ക് വിജയം കൊടുക്കണേ അല്ലാ. അവരുടെ ആവശ്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് അല്ലാഹുവേ, അതെല്ലാം നീ പരിപൂർണമായും നിറവേറ്റി കൊടുക്കണേ അല്ലാ. ഈ പരിപാടിക്ക് വേണ്ടി സൗകര്യപ്പെടുത്തി തന്ന അല്ലാഹു, ഈ സ്കൂൾ ഗ്രൗണ്ട് ഒരുക്കി തന്ന സ്കൂൾ മാനേജ്മെന്റിനെ നീ അനുഗ്രഹിക്കണേ നാഥാ. എല്ലാവിധ ഉദ്ദേശ ലക്ഷ്യങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ഈ സ്കൂളിനെ നീ വളർത്തണേ അല്ലാ. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് എല്ലാ നിലയിലുമുള്ള ഓർമ്മശക്തിയും ബുദ്ധിയും കൊടുക്കണേ അല്ലാ. ഇൽമു പറയാൻ വേണ്ടി അവസരം ഒരുക്കി തന്ന മുഴുവൻ സഹോദരങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ഇതിന്റെ പ്രചരണത്തിന് വേണ്ടി നോട്ടീസ് അടിക്കാൻ, പോസ്റ്റർ അടിക്കാൻ, ഫ്ലക്സ് ബോർഡ് അടിക്കാൻ ഒരുപാട് സ്ഥാപനങ്ങളാണ് ഓഫർ ചെയ്തത്. എല്ലാവരുടെയും പേര് പറയാൻ കഴിയില്ല. അല്ലാഹുവേ, ആ മുഴുവൻ സ്ഥാപനങ്ങളെയും നീ വളർത്തണേ അല്ലാ. എല്ലാവിധ നഷ്ടങ്ങളിൽ നിന്നവരെ കാത്തുരക്ഷിക്കണേ അല്ലാ. പടച്ചവനെ, എല്ലാ നിലയിലും അവർക്ക് നീ വിജയം കൊടുക്കണേ നാഥാ. അല്ലാഹുവേ, വാഹനങ്ങളിൽ വന്നവരെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഒരുപാട് ദൂര സ്ഥലത്തേക്ക് തിരിച്ചു പോകാനുള്ളവരുണ്ട്. നിന്റെ കൂട്ടുകാരായ ഒരുപാട് സഹോദരങ്ങൾ, ഷൗക്കിയെ പോലെ, മുഹമ്മദിനെ പോലെ, അല്ലാഹു അൻസാറിനെ പോലെ, ഷാമോനെ പോലെ, സാമിനെ പോലെ, സനൂഫറിനെ പോലെ, അല്ലാഹുവേ ഷിഹാബിനെ പോലെ, അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന സഹോദരങ്ങൾ പേര് പറഞ്ഞാൽ അല്ലാഹുവേ
ഒരുപാട് സ്ഥലങ്ങൾ പറയാനുണ്ട്. അവിടെ നിന്നൊക്കെ വന്ന മുഴുവൻ കൂട്ടുകാരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാ നിലയിലുള്ള വിജയം കൊടുക്കണേ അല്ലാ. എന്റെ കാസറ്റിലൂടെ ഒരു പാവപ്പെട്ട സഹോദരന്റെ കുടുംബത്തിന്റെ കഥ കേട്ടിട്ട് യതീമാരെ കുടുംബത്തെ സഹായിക്കാനായി സ്വതക്കേൽപ്പിച്ച സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഇൽമിന്റെ വേദിയിൽ നിന്ന് അല്ലാഹുവേ പടച്ചവനെ 27,000 രൂപയ്ക്ക് റാഡോ വാച്ച് കൊണ്ടുപോയ പ്രിയപ്പെട്ട സഹോദരനെ അനുഗ്രഹിക്കല്ല. അതിനുവേണ്ടി മത്സരിച്ചു പറഞ്ഞ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ അതൊരു നഷ്ടമാക്കി കൊടുക്കല്ല തമ്പുരാനെ. ബക്കറ്റിലേക്ക് സ്വതക്കയിട്ടവര് പാലും തേനും നെയ്യുമൊക്കെ കൊണ്ടുപോയവര്, ഇന്നലെ കൊണ്ടുപോയ സാധനങ്ങൾ കൊണ്ടുപോയ ബർക്കത്തിന് വേണ്ടി കൊതിച്ചവര്, മുട്ടയടക്കം അല്ലാഹുവേ ഇൽമിന്റെ വേദിയിൽ നിന്ന് എന്തു കൊണ്ടുപോയോ അവർക്ക് മുഴുവനും നാദാ സ്വർഗീയാരാമത്തിന്റെ ബറക്കത്ത് നീ കൊടുക്കണേ അല്ലാ. ഞങ്ങളെല്ലാവരും ആമീൻ പറയുമ്പോൾ ഓരോ ആഗ്രഹങ്ങൾ മനസ്സിൽ കാണുന്നവരാണ്. ഭാര്യയുടെ പ്രസവം, മക്കളുടെ രോഗശാന്തി, കച്ചവടത്തിന്റെ ബറക്കത്ത്, ആഫിയത്ത്, നല്ല സ്വഭാവം, ഭർത്താവിന്റെ നന്നാവല്, ഭാര്യയുടെ ജീവിത വിജയം, അങ്ങനെ ഒരുപാട് മാതാപിതാക്കളുടെ മഗ്ഫിറത്ത്, ഉമ്മാടെ രോഗശാന്തി, ഉപ്പാടെ പാപം പൊറുക്കല്, അല്ലാഹുവേ സ്വന്തം ജീവിതത്തിന്റെ വിജയം, അങ്ങനെ എന്തെല്ലാം. വീടില്ലാത്തവര് വീട് മോഹിക്കുമ്പോ, മക്കളില്ലാത്തവര് മക്കളെ കൊതിക്കുമ്പോ, അല്ലാഹു എന്റെ കയ്യിലേക്ക് തേൻ തന്നിട്ട് മന്ത്രിച്ചു തരണം ഉസ്താദെ മക്കളില്ലെന്ന് പറഞ്ഞ കബീർ ഉസ്താദിന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അല്ലാഹുവേ ആ സഹോദരന് മക്കളെ കൊടുക്കണേ അല്ലാ. അങ്ങനെ 100 കണക്കായ ലക്ഷങ്ങൾ ആവശ്യങ്ങൾ എല്ലാം നിന്റെ മുന്നിൽ നിരത്തി വെക്കുന്നു അല്ലാ. അത് മുഴുവനും നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. ഒരുപാട് അന്യമതത്തിൽപ്പെട്ട ഇതര മതസ്ഥരായ സഹോദരങ്ങൾ ഈ പരിപാടിയുമായി സഹകരിച്ചിട്ടുണ്ടല്ല. ഈ നാട്ടിൽ ഈ പള്ളി വരണമെന്ന് കൊതിച്ചവരാണ് നാഥ. ഇതിന്റെ പരിസരത്ത് താമസിക്കുന്ന ക്രിസ്തീയ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ സുദീഷ് എന്ന് പറയുന്ന ഇതര മതത്തിൽപ്പെട്ട ഒരു സഹോദരൻ പ്രത്യേകിച്ച് ഉസ്താദിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ സഹോദരന്റെ എല്ലാ നിലയിലും നീ വിജയിപ്പിക്കണേ അല്ലാ. ഹിദായത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ പള്ളിയെ നീ വളർത്തണേ അല്ലാ, ഉയർത്തണേ അല്ലാ. പരിസരത്തുള്ള എല്ലാ മഹല്ലുകളെയും നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. അതിന്റെ പ്രവർത്തകർക്ക് അല്ലാഹുവേ ഇതുപോലെ നല്ല നല്ല പരിപാടികളുമായി മുന്നോട്ട് പോയി സമുദായത്തിന്റെ നന്മ ലക്ഷ്യമിടുന്ന മനസ്സ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഇപ്പോഴും ചില ആൾക്കാർ കരുതിയിരിക്കുന്നത് ഇതൊരു വെല്ലുവിളിയുടെ പരിപാടിയാണ്, ആരെയോ തോൽപ്പിക്കാനുള്ളതാണ്, ആരെയോ തകർക്കാനുള്ളതാണ്. ഒരിക്കലുമല്ല റബ്ബേ. നല്ല ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച്, സമുദായത്തിന് നന്മ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച് പൊതുജനങ്ങളിൽ 99% ഒരുമിച്ച് നിൽക്കുന്നതാണ്. ഒരു വ്യക്തിയുടെ പരിപാടിയല്ല, ഒരാളുടെ പരിപാടിയല്ല. ഇത്രയും ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഈ പള്ളിയുടെ കാര്യങ്ങൾ നടക്കുമ്പോൾ അല്ലാഹുവേ മാറി നിൽക്കുന്നവർക്ക് കാര്യം മനസ്സിലാക്കി ഈ പള്ളിക്കകത്തിരുന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ. റഹ്മാനാര പടച്ചവനെ, അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിന് തഖ്വ നിറച്ചു തരണേ അല്ലാ. അഹന്തയും അഹംഭാവവും അഹങ്കാരവും തരല്ലേ അല്ലാ. നാരകീയമായ ലോകത്തെ പേടിച്ച് അല്ലാഹുമ്മ അജ്ർനീ മിനന്നാർ പറഞ്ഞ് കരഞ്ഞു ദുആ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാരിൽ മരണപ്പെട്ടു പോരവിടെ ഖബർ വിശാലമാക്കണേ അല്ലാ. എം യൂസഫ് ഉസ്താദിനെ പോലെ, തഴവ ഉസ്താദിനെ പോലെ, അല്ലാഹുവേ ദക്ഷിണയുടെ അബ്ദുൽ കരീം ഉസ്താദിനെ പോലെ, വാഖിയാത്തിലെ കമാലുദ്ദീൻ ഹസരത്തിനെ പോലെ 100 കണക്കാര പണ്ഡിത മഹത്തുക്കൾ ഇന്ന് ഖബറിലാണ്. ഇവിടെ ഖബറുകളെ വിശാലമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർക്ക് ആയുസ് കൊടുക്കണേ അല്ലാ. ഒരുപാട് മഹത്തുക്കളുണ്ട് നാഥാ. ഇവിടെ ജീവിതം നീ വിജയിപ്പിക്കണേ അല്ലാ. ബദരിയ അറബി കോളേജിന്റെ സ്ഥാപകനായ മരണപ്പെട്ടു പോലെ തൗഫീഖ് ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഉപ്പാടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ആ സ്ഥാപനത്തെ നീ വളർത്തണേ അല്ലാ. മാലിക് ദിനാർ ദഅവാ സെന്ററിനെ നീ വളർത്തണേ അല്ലാ. അല്ലാഹുവേ പഠിക്കുന്ന മക്കളെ നീ വിജയിപ്പിക്കണേ അല്ലാ. അറബി കോളേജിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിജയം കൊടുക്കണേ അല്ലാ. അതിന് നേതൃത്വം കൊടുക്കുന്ന CM ഉസ്താദ് അല്ലാഹുവേ പടച്ചവരെ ഞങ്ങൾക്ക് ആവശ്യമുള്ള പണ്ഡിതനാണ്. അപകടവും ദുരന്തവും കൊടുക്കല്ലേ അല്ലാ. നല്ല ഓർമ്മശക്തി കൊടുക്കണേ അല്ലാ. മരിക്കുന്നത് വരെ സത്യസന്ധമായി ഈ സമുദായത്തിന് സുന്നത്ത് ജമാഅത്ത് ആദർശബോധത്തോടെ പറഞ്ഞു കൊടുക്കാൻ, അടിയുണ്ടാക്കാതെ ഫിത്നയുണ്ടാക്കാതെ സമാധാനത്തോടെ പറഞ്ഞു കൊടുക്കാൻ നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. ഉസ്താദിന്റെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവിടെ സേവനം ചെയ്യുന്ന ഹാഫിദ് ഉസ്താദിന്റെ അല്ലാഹുവേ കുടുംബത്തിലൊരു രോഗിയാര മനുഷ്യനുണ്ട്. അല്ലാഹുവേ ആ രോഗം നീ മാറ്റി
കൊടുക്കണേ അല്ല. അത്തരം രോഗങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിന് നീ വരുത്തല്ലേ അല്ല. പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്താര ബാക്കിയാത്ത് മുതൽ പല കാര്യങ്ങളും ഞാൻ വിളിച്ചു ചോദിക്കുന്ന പണ്ഡിതനാണ്. പല വിഷയങ്ങളും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാറുണ്ട്. അഹമ്മദ് കബീർ ഉസ്താദിന് ആയുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ഇതുപോലെ ഒരു ഉസ്താദായ പൊന്നുമോനെ വളർത്തിയെടുക്കാൻ കഷ്ടപ്പെട്ട ആ മാതാപിതാക്കളുടെ പരലോകം നീ രക്ഷപ്പെടുത്തി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഉപ്പാക്കും ഉമ്മാക്കും ഇന്നും അതിൽ സന്തോഷമാണ്. അള്ളാഹു എന്റെ മോൻ വാളു പറയുന്നുണ്ട്, എന്റെ മോന് നിസ്കരിക്കുന്നുണ്ട്, എന്റെ മോൻ ഖുർആൻ ഓതുന്നുണ്ട്. അതിലവര് വല്ലാത്ത സംതൃപ്തിയിലാണ്. എത്രയോ മാതാപിതാക്കൾ മക്കൾ കള്ളുകുടിക്കുമ്പോ വ്യഭിചരിക്കുമ്പോ അത് കണ്ട് പൊട്ടിക്കരയുന്നുണ്ട് റബ്ബേ. അതുകൊണ്ട് അഹമ്മദ് കബീർ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഇന്നും നീ സന്തോഷവും സമാധാനവും കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ഭാര്യയെ നീ അനുഗ്രഹിക്കണേ അല്ലാ. സാധുവാര പെങ്ങളാണ് റഹ്മാനെ. അള്ളാഹു അദ്ദേഹത്തിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ, രോഗമുണ്ട് നാഥാ, എത്ര രോഗമാണെങ്കിലും അതൊക്കെ മാറ്റിക്കൊടുത്ത് സന്തോഷമുള്ള ജീവിതം നീ കൊടുക്കണേ അല്ല. മരിക്കുന്നത് വരെ ഉസ്താദുമാരുടെ ഗുരുത്വത്തോടെ ജീവിക്കാൻ തൗഫീഖ് കൊടുക്കണേ അല്ല. അവസാനം വരെ അല്ലാഹുവേ മുത്തഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്താനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ല. നിങ്ങളൊക്കെ വഅദ് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴും കിതാബ് പടച്ചവനെ തന്റെ മുമ്പിൽ വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കിതാബ് പറഞ്ഞ് സുന്നത്ത് ജമാഅത്തിന്റെ മക്കളെ വാർത്തെടുക്കാനുള്ള പവർ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ മസ്ജിദിന്റെ ഇമാമായ നിസാർ ഉസ്താദിനെ അനുഗ്രഹിക്കണേ അല്ലാ. ഈ സ്റ്റേജിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, എന്റെ സുഹൃത്തുക്കളുണ്ട്. നാദാ, ഇൽമിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഈ സാധുവിന്റെ ഇൽമിന്റെ വേദിയിൽ മണിക്കൂറുകളോളം സമയം ചെലവഴിച്ചു വന്ന അവരെക്കാൾ അറിവ് കുറഞ്ഞവനാണ് ഞാനെങ്കിലും ഈ ദുആക്ക് വേണ്ടി വന്നവരാണ്. പൊരുത്തം കൊടുക്കണേ അല്ലാ, ഗുരുത്തം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞാൻ തിരിച്ചെന്റെ നാട്ടിലെത്തിയാ പോലും വീട്ടിലെത്താതെ ദൂരത്തു നിന്ന് യാത്ര ചെയ്ത് വന്ന സഹോദരങ്ങളുണ്ടല്ലോ, അവർക്ക് വിജയം കൊടുക്കണേ അല്ലാ. എത്രയെത്ര സ്ഥലങ്ങളിൽ നിന്നാണ് സഹോദരങ്ങളോട് എത്തിയത്, എല്ലാ നിലയിലും അവരെ അനുഗ്രഹിക്കണേ അല്ലാ. ഒരുപാട് പേര് വായിച്ചാൽ തീരാത്ത ലെറ്ററുമായി ഒരുപാട് ആവശ്യങ്ങളും നൊമ്പരങ്ങളും സങ്കടങ്ങളും. ഉസ്താദേ, എന്റെ ഉമ്മയും ഉപ്പയും ഹജ്ജിന് പോയി, പക്ഷേ ഇന്നും ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് നിസ്കാരം കളാക്കുന്നുണ്ട്, സീരിയൽ കാണുന്നുണ്ട്, സങ്കടപ്പെടുന്ന പൊന്നുമോള് അനുഗ്രഹിക്കല്ലാ. മാതാപിതാക്കൾക്ക് ഇന്നും ഹിദായത്തിന്റെ വഴി ഉറപ്പിച്ചു കൊടുക്കണേ അല്ലാ. നിസ്കാരത്തിന് വീഴ്ച വരുത്തുന്നവരാക്കല്ല അല്ലാ. പടച്ചവനെ, പെട്ടെന്നൊരു രോഗം തന്ന് ഞങ്ങളെ സങ്കടത്തിലാക്കല്ല അല്ലാ. 1,00,000 രൂപ നിന്റെ പള്ളിക്ക് വേണ്ടി നിയ്യത്ത് ചെയ്ത സെയ്ദ് മുഹമ്മദ് മൗലവി കുടുംബത്തെയും അനുഗ്രഹിക്കണേ അല്ലാ. അതുപോലെ അലിയിനെ പോലെ, അലി എന്ന് പറയുന്ന കൂട്ടുകാരനെ പോലെ, ശംസുദ്ദീൻ എന്ന സഹോദരനെ പോലെ, അല്ലാഹുവേ പേര് പറഞ്ഞും പറയാത്തയും ഒരുപാട് സഹോദരങ്ങൾ ഈ പള്ളിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവർ, ഓടി നടന്നവര്, ത്യാഗം ചെയ്തവര്. അല്ലാഹുവേ, പൈസ കൊടുക്കാനില്ലെങ്കിൽ എന്റെ ആരോഗ്യം തരാമെന്ന് പറഞ്ഞ് കസേര വറക്കാനും മറ്റുമൊക്കെ ഓടി നടന്ന പാവപ്പെട്ടവര്, അവരെയൊക്കെ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളിൽ ഒരുപാട് രോഗികളുണ്ട്, ആഫിയത്ത് കൊടുക്കണേ നാഥാ. പടച്ചവനെ, ഞങ്ങൾക്ക് സുഭിക്ഷമായ ഭക്ഷണം തന്നവരെ അനുഗ്രഹിക്കണേ അല്ലാ. ഇന്ന് വൈകുന്നേരം മണിക്കിണറിലുള്ള അല്ലാഹു അബ്ദുറഹീം എന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ വീട്ടിൽ പോയിരുന്നു. ആ സഹോദരന്റെ ഭവനത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. മക്കളെ അനുഗ്രഹിക്കണേ അല്ലാ, ഭാര്യ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ആ നാട്ടുകാർക്ക് വല്ലാത്ത സ്നേഹമാണ്, അവരെയും അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, 31-ാം തീയതി മുതൽ നടക്കുന്ന പുലിക്കുന്നേപ്പടിയിലെ പരിപാടി വിജയിപ്പിക്കണേ അല്ലാ. എന്റെ സുഹൃത്തുക്കളാർ അഹമ്മദ് കബീർ ഉസ്താദ്, നവാസ് മന്നാനി, അല്ലാഹു ഇവർ രണ്ടുപേർക്കും നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. എന്നെക്കാളും അറിവും ശബ്ദവും ബോധവുമുള്ളവരാണ്. എന്നും നീ ഇവരെയൊക്കെ വളർത്തണേ റഹ്മാനെ. നരകത്തിൽ പോകുന്ന പ്രഭാഷകന്മാരാക്കില്ല റബ്ബേ. നീ നാളെ സബാനിയത്തിന്റെ മാലാകമാരുടെ ചങ്ങലക്കെട്ടിൽ വലിച്ചെറിയുന്നവരാക്കല്ലേ അല്ലാ. എന്റെ ആത്മീയാചാര്യന്മാരെന്ത് വിശ്രമം കൊള്ളുന്ന വരവൂര് മണ്ണിന്റെ ബറക്കത്ത് കൊണ്ട് ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. അവിടുത്തെ കറാമത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആഇന് ഉത്തരം തരണേ അല്ലാ. അവിടുത്തെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് നാദാ ഞങ്ങളുടെ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. അവിടുത്തെ കുടുംബാംഗങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ മക്കളും ചെറുമക്കളും ഇന്നും ജീവിച്ചിരിക്കുന്ന വലിയ മഹത്തുക്കളുണ്ട്, അവർക്കൊക്കെ വിജയം കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ചിറയൻകീഴ് സ്വദേശിയായ അൻവർ ഉസ്താദിന് ആയുസ്സും ആരോഗ്യം ആഫിയത്തും കൊടുക്കണേ അല്ലാ. സുഹൃത്തുക്കളായ ഒരുപാട് പണ്ഡിതന്മാര് ദുആ ചെയ്യാൻ പറഞ്ഞ് അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാ സദസ്സിലും ദുആ ചെയ്യാൻ വേണ്ടി സ്വർണം തന്നവർക്ക് ഈ സദസ്സിന്റെ ദുആ കൊടുക്കണേ അല്ലാ. എല്ലാ
സദസ്സിന്റെയും ഇജാബത്ത് കൊടുക്കണേ അല്ലാ. റഹ്മാനായ നാഥാ, ഞങ്ങൾ മരിക്കുമെന്നുറപ്പാണ്. എന്ന് മരിച്ചാലും ഈമാനില്ലാതെ മരിപ്പിക്കല്ല റബ്ബേ, കലിമ പറയാതെ മരിപ്പിക്കല്ല നാഥാ. അവസാന ശ്വാസം വിടുമ്പോ കാഫിറായിട്ട് ഞങ്ങളെ മരിപ്പിക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. അനാഥ മക്കളാക്കല്ലേ അല്ലാ. നല്ല രീതിയിൽ ശബ്ദം ക്രമീകരിച്ചു തന്ന മൈക്ക് സെറ്റിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അനുഗ്രഹിക്കണേ അല്ലാ. ഇതിനു വേണ്ടി ഓടി നടന്നവര്, പള്ളിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ, ഇനിയും കഷ്ടപ്പെടുന്നവര്, ത്യാഗം ചെയ്യുന്നവര് മുഴുവൻ പേരെയും നീ അനുഗ്രഹിക്കല്ല. ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഒരു കാര്യം പോലും വിട്ടുപോകുന്നില്ല. എല്ലാവരെയും നീ അനുഗ്രഹം കൊണ്ട് പൊതിയണേ അല്ലാ. ബഹുമാനപ്പെട്ട മദനി ഉസ്താദ്, സ്വലാത്ത് ഒരുപാട് സരസിൽ ചൊല്ലിപ്പിച്ച ഉസ്താദ്, യതീമക്കൾക്ക് വേണ്ടി വാദു പറഞ്ഞ ഉസ്താദ്, പള്ളിക്ക് വിനാരം കെട്ടാൻ വാദു പറഞ്ഞ ഉസ്താദ്, അല്ലാഹുവേ പടച്ചവനെ, ആ പ്രിയപ്പെട്ട ഉസ്താദിനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. മോചനം കൊടുക്കണേ അല്ലാ. സാധുവാണ് റബ്ബേ, മക്കൾക്ക് നീ എല്ലാ നിലയിലുമുള്ള മാനസികമായ ശക്തി കൊടുക്കണേ അല്ലാ. ആ ഹൃദയത്തെ തളർത്തിക്കളയല്ല തമ്പുരാനെ. എന്തൊക്കെ ആരോപണങ്ങൾ പറഞ്ഞാല് ഇൽമിന്റെ വേദിയിൽ തിളങ്ങി നിന്ന ആ പണ്ഡിതനെ അല്ലാഹു എനിക്ക് മറക്കാൻ കഴിയൂല നാഥാ. ആരെന്തൊക്കെ കരുതിയാലും വലിയ വലിയ പണ്ഡിതന്മാരെല്ലാവരൊക്കെ റമളാൻ മാസത്തിൽ നോമ്പ് പോലും നല്ലതുപോലെ തുറക്കാനാകാതെ കൊണ്ടുപോയതല്ലേ റഹ്മാനെ. മോചനം കൊടുക്കുന്നാഥാ. മോചനം കൊടുത്ത് തിരിച്ചു വന്ന് പരിപൂർണ വിവേകത്തോടെ ഈ സമുദായത്തിന്റെ ഇജ്ജത്തിന് വേണ്ടി ഞങ്ങൾ കൊതിക്കുന്ന രീതിയിൽ ജീവിക്കാനുള്ള ആയുസ് ഉസ്താദിന് നീ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, അഹ്ലുബൈത്തിന്റെ രാജകുമാരന്മാരായ പാണക്കാട് കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ ഗുരുത്വവും പൊരുത്തവുമുള്ള ജീവിതം ഞങ്ങൾക്ക് തരണേ അല്ലാ. ഔലിയാക്കന്മാരെ ബഹുമാനിക്കാൻ, ആരിഫീങ്ങളെ ആദരിക്കാൻ, പണ്ഡിതന്മാരെ അല്ലാഹുവേ പടച്ചവനെ ബഹുമാനിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് താ അല്ലാ. ഈ ദുആ സ്വീകരിക്കണേ അല്ലാ. ഈ സദസ്സ് ഞങ്ങളുടെ പരലോകത്തേക്കുള്ള ഏറ്റവും വലിയ മുതൽക്കൂട്ടാക്കണേ അല്ലാ. ക്യാൻസർ രോഗം വന്നവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, രോഗശാന്തി കൊടുക്കണേ അല്ലാ. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. കാസറ്റ് കച്ചവടത്തിന് വേണ്ടി വന്ന സാധുക്കളായ സഹോദരങ്ങൾ, വിവാഹപ്രായമായ പെങ്ങന്മാരെ കൊണ്ട് വീർപ്പുമുട്ടുന്ന സഹോദരങ്ങൾ, ജീവിതത്തിന്റെ നൊമ്പരം കൊണ്ട് കഷ്ടപ്പെടുന്ന കൂട്ടുകാര്, അല്ലാഹുവേ അതൊരു സന്തോഷമുള്ള ജോലിയാക്കണേ അല്ല. അവരെ പരിപൂർണമായും വിജയിപ്പിക്കണേ അല്ല. ഈ ദുആ നീ സ്വീകരിക്കല്ലാ. ഈ ദുആ നീ സ്വീകരിക്കല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الانبياء والمرسلين والحمد لله رب العالمين. ദുആ വസിയത്തോടെ തൽക്കാലം ഞാൻ വിട ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.